നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തിരുവനന്തപുരം പാലോട് ഭർത്തൃ വീട്ടിൽ നവവധു ആത്മഹത്യ ചെയ്ത സംഭവം കൊലപാതകമെന്ന് കുടുംബം ഇന്ന് ആരോപിച്ചു. പെൺകുട്ടിയുടെ അച്ഛൻ പാലോട് പോലീസിൽ പരാതി നൽകുകയുണ്ടായി. ഭർത്താവ് അഭിജിത്തിനെ പോലീസ് കസ്റ്റഡിയിലുമെടുത്തു. പെൺകുട്ടിയുടെ ശരീരത്തിലെ പാടുകൾ മർദ്ദനമേറ്റത് മൂലമെന്നാണ് സൂചന. സംഭവിച്ച എൻ്റെ മോളെ ഈ കക്ഷി അഭിജിത്ത് എന്ന് പറഞ്ഞ കക്ഷി എൻ്റെ മോളെ പിടിച്ചുകൊണ്ട് 4 മാസമായി. 4 മാസമായിട്ട് മോള് വീട്ടിൽ വരുമായിരുന്നു. വീട്ടിൽ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് അവളെ ദേഹത്ത് മൊത്തം മുറിവും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ അഭിജിത്ത് എന്ന് പറഞ്ഞ എൻ്റെ മോളെ ഭർത്താവ് അവളെ ഉപദ്രവിച്ച് കെട്ടിത്തൂക്കി കൊന്നു. കൊലപാതകത്തിന് അവൻ്റെ പേരിന് കേസെടുക്കണം, അന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുടുംബത്തിന്റെ പരാതിയിൽ പറയുന്ന പോലെ ഉള്ള മുറിപ്പാടുകൾ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ച് ഒരു തീരുമാനത്തിലെത്തും. മുറിപ്പാടുകൾ ഇപ്പോൾ കണ്ടെത്തി? അല്ല, അതെല്ലാം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലേ അതിന്റെ റിസൾട്ട് പറയാൻ പറ്റുള്ളൂ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം പറയാം. അല്ല, അതെല്ലാം എഴുതിയിട്ടുണ്ട്. ഉള്ള കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. RDO ആണ്. പ്രാഥമിക അന്വേഷണത്തിൽ ഇതൊരു മർഡറാണ് അങ്ങനെ എന്തെങ്കിലും? അല്ല, അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അന്വേഷണം നടന്നതിന് ശേഷം പറയാം. അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും കണ്ടെത്തി? അസ്വാഭാവിക മരണത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനിൽ വെളിവാകുന്ന കാര്യങ്ങൾ വെച്ചിട്ടുള്ള നടപടികളുണ്ടാവും. സീരിയസ് ആയിട്ട് അന്വേഷിക്കുകയാണ്. നമ്മളെ തന്നെ അങ്ങോട്ട് ആ ചേച്ചിയുടെ വീട്ടിൽ പോണത് അവർക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ചേച്ചി ഇങ്ങ് പറഞ്ഞത് അവർക്ക് ഇഷ്ടമല്ല. പിന്നെ മറ്റേ എൻ്റെ അളിയനായ അയാൾക്കും അത് ഇഷ്ടമല്ല. പിന്നെ ഇതേപോലെ എന്താണ് ആകെ തകരാറാണ്. ഒരു കാരണവശാലും എൻ്റെ ചേച്ചി ഇങ്ങനെ ചെയ്യൂല. എന്ത് വിഷയമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണതാണ്. 4 മാസമല്ലേ ആയുള്ളൂ അങ്ങ് പോയിട്ട്. അത് ഇത്രയും വിഷയം ഉണ്ടെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ വീട്ടിൽ വരായിരുന്നു. നമുക്ക് വീട്ടിൽ അല്ലെങ്കിൽ എന്നെ വിളിച്ച് പറയാമെങ്കിലും ചെയ്യായിരുന്നു. എന്തിനാണ് അറിഞ്ഞൂടാ. എന്തായാലും എനിക്ക് നല്ല സംശയമുണ്ട്. അവരെ വീട്ടുകാർ തന്നെയാണ് കുഴപ്പം. ആരും ഒന്നും ചെയ്യാതെ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാറില്ല. ഇതിനേക്കാളും വലിയ പ്രശ്നം വന്നിട്ടുണ്ട്. എന്നിട്ടും അത് അവള് മടി കറന്ന് പോയിട്ടുണ്ട്. ഇന്ദുജിയുടെ മരണമുണ്ടായത് കഴിഞ്ഞ ദിവസമാണ്. വിവാഹം കഴിഞ്ഞ് 3 മാസം മാത്രമാണ് സമയമായത്. ഇയാൾക്കൊപ്പം ഇന്ദുജ ഇറങ്ങിപ്പോവുകയായിരുന്നു. പിന്നീട് ഈ ബെഡ്റൂമിനുള്ളിൽ ജനലിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലാണ് ഇന്ദുജയുടെ മൃതദേഹം കണ്ടെത്തിയത്. വിനോദ് വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്. വിനോദ്, ഒരുപാട് ദുരൂഹതകളുണ്ട് എന്നാണ് കുടുംബം പറയുന്നത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ ഒരു അന്വേഷണമൊക്കെ നടത്തി കാണുമല്ലോ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും മറ്റും ചില വിവരങ്ങൾ കാണും. ഒപ്പം ചില മുറിവുകളുണ്ട് അദ്ദേഹത്ത്, മർദ്ദനമേറ്റ പാടുകളുണ്ട് അദ്ദേഹത്ത് എന്നൊക്കെ പറയുന്നു. എന്താണ് ഇതുവരെയുള്ള ഒരു പ്രാഥമികമായ ഒരു നിഗമനം പോലീസിന്റെ ഭാഗത്ത് നിന്ന്? രഞ്ജിത്ത്, ഇന്ദുജയുടെ മരണം കൊലപാതകമെന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ പെൺകുട്ടിയുടെ കുടുംബം ഉയർത്തുന്നത്. ഇത് സംബന്ധിച്ച് പാലോട് പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. നെടുമങ്ങാട് DYSPയുടെ കീഴിലാണ് ഈ പരിധി വരുന്നത്. ആ തരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ രണ്ട് ജാതിയിൽ നിന്നുള്ള വിവാഹമായിരുന്നു. പെൺകുട്ടിയുടെ കുടുംബം താണജാതിയാണ് എന്നതിൻ്റെ പേരിൽ ചില പ്രശ്നങ്ങൾ ഈ കുടുംബത്തിലുണ്ടായിരുന്നു. മാത്രമല്ല, ഇന്ദുജയുടെ ചില സൗഹൃദങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ പോലീസ് അന്വേഷണത്തിൽ വെളിപ്പെടേണ്ടതാണ്. 4 മാസം മുൻപായിരുന്നു വിവാഹം. ഇരുവരും പ്രണയിച്ച് വിവാഹം കഴിക്കുകയായിരുന്നു. ഇന്ദുജ ഒരു സമീപത്ത് തന്നെയുള്ള ലാബിൽ ജോലി ചെയ്യുകയായിരുന്നു. അവിടെ വെച്ചുള്ള പരിചയമാണ്. എന്നാൽ ഈ വിവാഹശേഷം ഇന്ദുജ വീട്ടിലേക്ക് പോകുന്നതിനെ അഭിജിത്തിൻ്റെ വീട്ടുകാരും വിലക്കിയിരുന്നു. അതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ വീട്ടുകാർ തിരികെ അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നതും താല്പര്യമില്ലായിരുന്നു. അതായത് വീട്ടുകാർ തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലായിരുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല, ഇന്ദുജയുടെ സഹോദരൻ പറയുന്ന മൊഴി അനുസരിച്ചാണെങ്കിൽ ഇടയ്ക്ക് ഒരു ദിവസം നെറ്റിയിൽ മുറിവുണ്ടായി. പെൺകുട്ടിയുടെ നെറ്റിയിൽ മുറിവുണ്ടായി. ഈ മുറിവിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ബസ്സിൽ തട്ടിയതാണ് എന്ന് പറഞ്ഞു.
എന്നാൽ ചില പ്രശ്നങ്ങൾ വീട്ടിലുണ്ട്, ഭർതൃഗൃഹത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന കാര്യം സഹോദരി പറഞ്ഞതായാണ് ഇപ്പോൾ ഈ യുവാവിൻ്റെ പ്രതികരണം വരുന്നത്. മാത്രമല്ല സഹോദരി അവിടെയുള്ള ബുദ്ധിമുട്ടിനെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുവരുമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഇതിൽ വിശദമായ പരിശോധന വേണം. അഭിജിത്തിൻ്റെ വീട്ടിലെ 2ാം നിലയിൽ ജനലിൽ കഴുത്തിൽ കുരുക്കിട്ട് തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. അതിൽ തന്നെ ചില ദുരൂഹതകൾ പറയുന്നുണ്ട്. ആ തരത്തിൽ ആത്മഹത്യ ചെയ്യുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ. ജനൽ കമ്പിയിലാണ് കെട്ടി തൂങ്ങി നിൽക്കുന്ന നിലയിൽ ഈ മൃതദേഹം കണ്ടെത്തിയത്. ഇൻക്വസ്റ്റ് പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. ഇൻക്വസ്റ്റിൻ്റെ ഭാഗമായും ശരീരത്തിൽ ചില മുറിവുകൾ കണ്ടെത്തിയതായ വിവരമുണ്ട്. പക്ഷേ ഇതിലെല്ലാം തന്നെ സ്ഥിരീകരണം ഉണ്ടാകണം. RDOയുടെ റിപ്പോർട്ട് വരേണ്ടതുണ്ട്. ആ റിപ്പോർട്ട് ഇതുവരെയും പൂർണ്ണമായിട്ടില്ല. പക്ഷേ പെൺകുട്ടിയുടെ ശരീരത്തിൽ ചില മുറിവുകൾ ഉണ്ടായിരുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ മുറിവുകൾ എങ്ങനെ ഉണ്ടായി? നഖക്ഷതമേറ്റതിൻ്റെ പാടുകളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി ഈ RDOയുടെ റിപ്പോർട്ടിലാണ് അതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകേണ്ടത്. എങ്കിൽ തന്നെയും ഇങ്ങനെ മുറിപ്പാടുകളുണ്ടെങ്കിൽ അതെങ്ങനെ വന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ സംശയമുണ്ടാക്കുന്നത് തന്നെയാണ്. പെൺകുട്ടിയുടെ വീട്ടുകാർ ഇപ്പോൾ രേഖാമൂലം പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. പാലോട് പോലീസിനാണ് ഇത് സംബന്ധിച്ചുള്ള പരാതി നൽകിയിട്ടുള്ളത്. നേരത്തെ തന്നെ വീട്ടിൽ ഈ 4 മാസമായി പെൺകുട്ടിക്ക് നേരെ ഭർത്തൃവീട്ടുകാരുടെയും ഭർത്താവിൻ്റെയും പീഡനമുണ്ടായി എന്ന കാര്യം തന്നെയാണ് ഈ പരാതിയിൽ പറയുന്നത്. DYSP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ, പ്രാദേശികമായി അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇപ്പോൾ ഈ അന്വേഷണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം വീട്ടിൽ തെളിവെടുപ്പ് നടത്തിയിരുന്നു. കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ശേഷം ആവശ്യമെങ്കിൽ ഫോറൻസിക് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയായിരിക്കും ഇക്കാര്യത്തിലൊരു അന്തിമമായ നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുക. ഏതായിരുന്നാലും ഈ യുവാവ് അഭിജിത്ത് ഇപ്പോൾ പാലോട് പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. രഞ്ജിത്ത്, ഈ 4 മാസമായി എന്നാണ് മനസ്സിലാകുന്നത്. നേരത്തെ സഹോദരൻ സംസാരിച്ചപ്പോഴും സഹോദരൻ നമ്മളോട് പറഞ്ഞത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും തന്നോട് സംസാരിക്കാറുണ്ട്, തന്നോട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നേരത്തെ തന്നെ ഇത്തരം പരാതികൾ ഇന്ദുജ ഉന്നയിച്ചിരുന്നു എന്നുള്ളതല്ലേ കുടുംബാംഗങ്ങളോട്? അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആദ്യകാലം മുതൽ ഈ വിവാഹത്തിൻ്റെ എന്ന് നമുക്ക് മനസ്സിലായിക്കൂടെ? അപ്പം എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ തന്നോട് ഷെയർ ചെയ്തില്ല? സാധാരണ ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അത് പരിഹരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പരിഹരിക്കാവുന്ന പ്രശ്നമായിരുന്നു, പറഞ്ഞില്ല. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് മറ്റൊരെന്തെങ്കിലും തരത്തിലുള്ള ഒരു കൊലപാതക സാധ്യതകളൊക്കെ അവർ കാണുകയാണ്. അങ്ങനെ ഈ വിവാഹത്തിൻ്റെ ആദ്യകാലം മുതൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിരുന്ന ഒരു പെൺകുട്ടിയും കുടുംബവുമായിരുന്നോ ഇത്? ഏതെങ്കിലും ഒരു പ്രകോപനത്തിൻ്റെ പേരിലുണ്ടായ കൊലപാതകം എന്നുള്ളതല്ല, മറിച്ച് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നത്. തുടർച്ചയായി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനൊടുവിൽ കൊലപാതകം സംഭവിച്ചിരിക്കാം, അല്ലെങ്കിൽ ഇതൊരു കൊലപാതകമാണ് എന്ന സംശയം, ആ സംശയത്തിലൂന്നിയാണ് ഇപ്പോൾ ഈ പരാതി നൽകിയിരിക്കുന്നത്. അതിനവർ പറയുന്ന കാരണങ്ങളുമുണ്ട്. നേരത്തെ തന്നെ ഈ 2 ജാതിയിൽപ്പെട്ട ആളുകളാണ്. അത്തരം കാര്യങ്ങൾ ഇവർക്കിടയിൽ പ്രശ്നമായോ, വീട്ടുകാർക്കിടയിൽ പ്രശ്നമായോ എന്നത് ഒരു ചോദ്യമായി നിൽക്കുന്നുണ്ട്. മാത്രമല്ല പെൺകുട്ടിയുടെ വീട്ടുകാർ അവിടേക്ക് ചെല്ലുന്നത്, അതായത് അഭിജിത്തിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് അഭിജിത്തിൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ അവർ ഇങ്ങോട്ട് വരുന്നതും അങ്ങനെ ആഗ്രഹിച്ചിരുന്നില്ല. മാത്രമല്ല പെൺകുട്ടിയെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ അനുവദിച്ചിരുന്നുമില്ല. ആ തരത്തിൽ 2 വീട്ടുകാരും തമ്മിൽ ഒരു അകലം പാലിക്കുന്നതിന് വേണ്ടി ശ്രമമുണ്ടായിരുന്നു. ആ തരത്തിലാണ് അതിൻ്റെ ഒരു കാരണമായി ഈ വ്യത്യസ്ത ജാതി അതിന് അടിസ്ഥാനമായോ എന്നതടക്കമുള്ള ചില സംശയങ്ങൾ. അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ കൂടി പറയുന്നത്, നേരത്തെ ഇന്ദുജയ്ക്കുണ്ടായിരുന്ന സൗഹൃദങ്ങൾ, ഈ സൗഹൃദങ്ങളെ ചൊല്ലിയുള്ള ചില തർക്കങ്ങൾ ഉണ്ടായെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നു എന്നത് അത് ഈ പോലീസ് അന്വേഷണത്തിലാണ് വെളിപ്പെടേണ്ടത്. ഇപ്പോൾ വീട്ടുകാർ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. പരമാവധി അവിടെ നിന്നുള്ള തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ആ വീട്ടിൽ നിന്നുള്ള വിവരങ്ങൾ പൂർണ്ണമായും പോലീസ് ശേഖരിച്ചിരുന്നു. 2ാം നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അവിടെ ജനൽ കമ്പിയിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. ജനൽ കമ്പിയിൽ ഒരാൾ തൂങ്ങി മരിക്കില്ല എന്ന കാര്യം പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നു. അതുകൊണ്ട് തന്നെ അതൊരു കൊലപാതക സാധ്യതയാകാം എന്ന ഒരു സംശയമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അന്തിമ റിപ്പോർട്ട് വരണം. പെൺകുട്ടിയുടെ ശരീരത്തിൽ ചില മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ മുറിപ്പാടുകൾ എങ്ങനെ സംഭവിച്ചു, മർദ്ദനമേറ്റിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇതെല്ലാം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരണം. മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ ഇപ്പോഴും പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ.
അതിനുശേഷം ഈ റിപ്പോർട്ട് വരുമ്പോഴായിരിക്കും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ പ്രാഥമികമായി പോലീസിന് അന്വേഷണത്തിൽ കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇത് ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് ഏതെങ്കിലും ഒരു തർക്കത്തിൻ്റെ പേരിലുണ്ടായ പ്രകോപനത്തിൽ നടന്ന ഒരു കൊലപാതകമായല്ല വീട്ടുകാർ പറയുന്നത്. നേരത്തെ തന്നെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. തൻ്റെ സഹോദരി അത് തന്നോട് പറഞ്ഞിരുന്നു എന്നാണ് ഇന്ദുജയുടെ സഹോദരൻ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഒരിക്കൽ വീട്ടിലെത്തുമ്പോൾ നെറ്റിയിൽ മുറിപ്പാടുണ്ടായിരുന്നു, ബസ്സിൽ തട്ടിയതാണെന്ന് പറഞ്ഞു. പക്ഷേ അത് മറ്റ് പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഈ മർദ്ദന വിവരം മറച്ചു വയ്ക്കാൻ പെൺകുട്ടി പറഞ്ഞതാകാം എന്ന ഒരു കാര്യം കൂടി വീട്ടുകാർ പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് പെൺകുട്ടിക്ക് നിരന്തരമായി മർദ്ദനമേറ്റിരുന്നു എന്ന് വീട്ടുകാർ സംശയിക്കുന്നു. ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പലപ്പോഴായി പെൺകുട്ടി വീട്ടുകാരോട്, പ്രത്യേകിച്ച് സഹോദരനോട് പറഞ്ഞതായുള്ള മൊഴിയാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. രഞ്ജിത്ത്, ഭർത്താവ് അഭിജിത്ത് ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസ്. ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളുണ്ട് എന്ന് പറയുന്നു. പലവിധ സംശയങ്ങൾ വീട്ടുകാർക്കുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. വി വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്ത, മല്ലു ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ കെ ഗോപാലകൃഷ്ണനെ രക്ഷപ്പെടുത്താൻ നീക്കം. ഗ്രൂപ്പുണ്ടാക്കിയ ഗോപാലകൃഷ്ണനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഒഴിവാക്കി ചാർജ് മെമ്മോ നൽകി. ഗോപാലകൃഷ്ണൻ പോലീസിൽ വ്യാജ പരാതി നൽകിയതും മുസ്ലിം ഗ്രൂപ്പ് ഉണ്ടാക്കിയതും ചാർജ് മെമ്മോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഉദ്യോഗസ്ഥ പോലീസിന് നൽകിയ സ്ക്രീൻഷോട്ടും റിപ്പോർട്ടും ചാർജ് മെമ്മോയിൽ ഉൾപ്പെട്ടിട്ടില്ല. IAS-കാർക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമാണ് മെമ്മോയിൽ പറയുന്നത്. വി വിനോദ് തന്നെ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവെക്കും. വിനോദ്, ഇപ്പോൾ നമുക്കറിയാം ആദ്യഘട്ടം മുതൽ ഇതിലൊരു ഒരുപാട് സംശയങ്ങൾ നിലനിന്നിരുന്ന ഒരു സംഭവമാണ്. കാരണം ഇത്ര വലിയ ഒരു സംസ്ഥാനത്തിനെ പലതരത്തിൽ നമ്മുടെ പല വിഷയങ്ങളെയും ബാധിക്കുന്ന ഒരു സംഭവമായിട്ടും മതാടിസ്ഥാനത്തിൽ ഇങ്ങനൊരു IAS ഉദ്യോഗസ്ഥർ ഗ്രൂപ്പ് ഉണ്ടാക്കുക, അതിന് അഡ്മിൻ ആവുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, പിന്നീട് കണ്ടുപിടിക്കപ്പെടുമ്പോൾ ഡിലീറ്റ് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരിക്കലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഉന്നത പദവിയിരിക്കുന്ന ഒരാൾക്ക് ഭൂഷണമല്ലാത്ത കാര്യങ്ങൾ ചെയ്ത ഒരാൾ, പക്ഷേ അദ്ദേഹത്തെ സംരക്ഷിക്കാനുള്ള ശ്രമം ആദ്യം മുതൽ തന്നെ നടക്കുകയാണ്. അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അത് സംഭവിച്ചു. നാർക്കോട്ടിക്സിൽ DYSP കൂടെ അന്വേഷിപ്പിക്കുന്നു. അതിൽ പ്രശ്നങ്ങളില്ല എന്ന് പറയുന്നു. വർഗീയ പരാമർശങ്ങളില്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല എന്ന് പറയുന്നു. ഇപ്പോൾ ചാർജ് മെമ്മോ നൽകുമ്പോഴും അതിലും ചില രക്ഷപ്പെടുത്തൽ എലമെന്റ്സ് കടന്നുകൂടുകയാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഏതൊക്കെ തലത്തിലാണ് ഈ വിഷയത്തിൽ ഇതിന് ലഘൂകരിക്കാനുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നത്? ഗോപാലകൃഷ്ണനെ സംരക്ഷിക്കുന്ന നിലയിലേക്ക് സർക്കാർ പോകുന്നു എന്ന ആരോപണം ശക്തമാവുകയാണ്. കാരണം ഈ ചാർജ് മെമ്മോയിൽ ഇതുവരെ ഉന്നയിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ പോലീസ് റിപ്പോർട്ടിൽ കണ്ടെത്തിയ വിവരങ്ങൾ പോലും ചേർക്കാതുള്ള ഒരു ചാർജ് മെമ്മോയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ചീഫ് സെക്രട്ടറിയുടേതാണ് ഈ നടപടി. അതിൽ പ്രധാനമായും പറയുന്നത് ഭിന്നതയുണ്ടാക്കാൻ ശ്രമിച്ചു. അതായത് IAS ഉദ്യോഗസ്ഥർക്കിടയിൽ ഒരു ഭിന്നത ഉണ്ടാക്കുന്നതിനുള്ള ശ്രമമുണ്ടായി എന്ന കാര്യം മാത്രമാണ്. മറിച്ച് മല്ലു ഹിന്ദു ഗ്രൂപ്പ് ഉണ്ടാക്കിയതിനെക്കുറിച്ച് പരാമർശമില്ല. ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് വിവാദമായതിന് പിന്നാലെ അത് ബാലൻസ് ചെയ്യാൻ എന്ന് കരുതേണ്ടിയിരിക്കുന്നു. മുസ്ലിം ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി, അതിനെക്കുറിച്ച് പരാമർശമില്ല. ഒരു വനിതാ IAS ഉദ്യോഗസ്ഥ ഈ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ പോലീസിന് കൈമാറിയിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയിരുന്നു. ഈ കാര്യവും ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ നേരത്തെ സസ്പെൻഷൻ ഓർഡർ പുറത്തിറങ്ങിയപ്പോൾ അതിൽ അക്കമിട്ട് പറഞ്ഞിരുന്ന സർവീസ് ചട്ട ലംഘനങ്ങളുണ്ട്. ആ സർവീസ് ചട്ട ലംഘനങ്ങൾക്ക് അടിസ്ഥാനമാകുന്ന തരത്തിലുള്ള കണ്ടെത്തലുകളോ വിലയിരുത്തലുകളോ ഇല്ലാതുള്ള ഒരു ചാർജ് മെമ്മോയാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. അത് സ്വാഭാവികമായും ഈ ഉദ്യോഗസ്ഥനെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോടതിയിലോ പോയാൽ ഒരുപക്ഷെ ഇത്തരം ഒരു ചാർജ് മെമ്മോയാണ് മുന്നിലുള്ളതെങ്കിൽ സ്വാഭാവികമായും ഗോപാലകൃഷ്ണന് വലിയ നിയമ പോരാട്ടം നടത്തേണ്ടി വരില്ല. അദ്ദേഹത്തിന് വളരെ സുഖമായി വീണ്ടും സർവീസിൽ പ്രവേശിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇത് ആരെ സന്തോഷിപ്പിക്കാനാണ് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉണ്ടാകുന്നത്. ഒരു ദീപാവലി ദിവസമാണ് ഇങ്ങനെ ഹിന്ദു ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ആദ്യത്തെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. ഇത് തന്നെ കേന്ദ്രത്തിലെ ചില നേതാക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഗോപാലകൃഷ്ണൻ ചെയ്തതാണ്. ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ സുരക്ഷിതമാക്കുന്നതിനും കൂടുതൽ എളുപ്പമാക്കുന്നതിനും ഒരു IAS ഉദ്യോഗസ്ഥൻ അദ്ദേഹം അങ്ങനെ ഒരു ചെയ്തിയിലേക്ക് പോയി എന്ന ആരോപണമാണ് IAS ഉദ്യോഗസ്ഥരിൽ തന്നെ ഒരു വിഭാഗം രഹസ്യമായെങ്കിലും പിന്നീട് സമ്മതിക്കുന്നതും അല്ലെങ്കിൽ അവരങ്ങനെ ഒരു വാദം ഉന്നയിക്കുന്നതും. മാത്രമല്ല, ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ഒരു വിവാദത്തിൽ ചെന്നുപെട്ട ശേഷം സാധാരണ IAS ഉദ്യോഗസ്ഥരുടെ സംഘടനയായ IAS അസോസിയേഷൻ അവർ വാർത്താക്കുറിപ്പ് ഇറക്കാറുണ്ട്. ഈ ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ച് മുന്നോട്ട് വരുന്ന നിലയുണ്ട്. നേരത്തെ മന്ത്രിമാരെ പോലും വിമർശിച്ചുകൊണ്ട്
വന്ന സാഹചര്യമുണ്ട്. പഴയകാല മന്ത്രിസഭകളിലെ പല സാഹചര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ മുൻ മന്ത്രിയായിരുന്ന ജി സുധാകരനെയൊക്കെ വിമർശിച്ച് അസോസിയേഷൻ രംഗത്ത് വന്ന സാഹചര്യമുണ്ട്. അന്നത്തെ ചില IAS ഉദ്യോഗസ്ഥരുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന തർക്കത്തെ തുടർന്നാണ് അസോസിയേഷൻ ഉദ്യോഗസ്ഥന് പിന്നിൽ അണിനിരക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അന്ന് VS സർക്കാരിൻ്റെ കാലത്തുള്ള ഒരു സംഭവം പെട്ടെന്ന് ഓർത്തതാണ്. ആ തരത്തിൽ എപ്പോഴും വരുന്ന IAS അസോസിയേഷൻ ഈ കാര്യത്തിൽ ഇതുവരെ ഗോപാലകൃഷ്ണനെ സംരക്ഷിച്ച് പരസ്യമായി ഒരു നിലപാടെടുത്ത് രംഗത്ത് വന്നിരുന്നില്ല. അതേസമയം ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടികൾ അത് കൂടുതൽ വിമർശന വിധേയമാവുകയാണ്. അതാണ് വിനോദ്, ആരാണ് ഗോപാലകൃഷ്ണനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്നൊരു പ്രധാന പ്രശ്നമുണ്ടല്ലോ. നമുക്കറിയാം, ഇടതുപക്ഷം ഭരിക്കുന്ന സർക്കാരാണ്, ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. ഈ വർഗീയമായുള്ള വിഷയങ്ങളിലൊക്കെ ഒരുപാട് മാറ്റി നിർത്തപ്പെടേണ്ടവരുണ്ട് എന്ന് പറയുന്നുണ്ട്. വർഗീയ വിഷം ചീറ്റുന്നവരെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്, പരസ്യമായി പറയുന്നുണ്ട്. അവിടെയാണ് മതാടിസ്ഥാനത്തിൽ ഒരു ഹിന്ദു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, മുസ്ലിം ഗ്രൂപ്പ് വരുന്നു. സമഗ്രമായി തന്നെ അന്വേഷിക്കേണ്ട വിഷയമാണ്. അങ്ങനെയുള്ളവരെ സർവീസിൽ നമ്മുടെ സംസ്ഥാനം തുടരണമോ എന്ന കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടതുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞ പോലെ ആദ്യം തുടക്കത്തിലെ അന്വേഷണം മുതൽ തന്നെ ഇപ്പോൾ ചാർജ് മെമ്മോ കൊടുക്കുമ്പോഴും ഏതൊക്കെ തരത്തിലാണ് ഒരു പ്രൊട്ടക്ഷൻ ഈ ഉദ്യോഗസ്ഥരുണ്ടാകുന്നത് എന്നുള്ളത്, അതിൻ്റെ സമ്മർദ്ദം എവിടെ നിന്നാണ് എന്ന് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. നേരത്തെ വിനോദ് പറഞ്ഞ പോലെ IAS ഓഫീസേഴ്സ് അസോസിയേഷൻ ഒന്നും ഈ വിഷയത്തിൽ പരസ്യമായി പിന്തുണയ്ക്കാൻ രംഗത്ത് വന്നിരുന്നില്ല. ഇതിൻ്റെ ഒരു പ്രശ്നം അറിയാവുന്നതുകൊണ്ടായിരിക്കും, തീക്കൊള്ളി കൊണ്ടാണ് തലയുറയുന്നത് എന്ന് വ്യക്തമായതുകൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷേ അപ്പോഴും എന്തോ ഒരു സംരക്ഷണം ഈ ഉദ്യോഗസ്ഥന് കിട്ടുന്നു എന്നത് വളരെ പ്രധാനമാണ്. അത് ആരാണ് എന്നാണ് ഇനി അറിയേണ്ടത്. രഞ്ജിത്ത് പറഞ്ഞപ്പോൾ ഓർത്തുപോകുന്ന ഒരു കാര്യം, ഈ അടുത്തിടെ വന്ന ഒരു ടാഗ് ലൈൻ തന്നെ, അതായത് ഈ മതപരമായി ചിന്തിക്കുന്നവരെ, അങ്ങനെ സങ്കുചിതമായി ചിന്തിക്കുന്നവർക്കെതിരെയുള്ള ഒരു ടാഗ് ലൈൻ ആയിരുന്നു, നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരും എന്ന ഒരു ടാഗ് ലൈനാണ് ഇപ്പോൾ ഓർക്കുന്നത്. ഏതായിരുന്നാലും ഇപ്പോൾ ഗോപാലകൃഷ്ണനെ സംരക്ഷിക്കുന്ന ഒരു നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പടർന്നു പോകുന്നത് എന്ന് പറയാതെ തരമില്ല. കാരണം മതാടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അത് തനിക്ക് അറിയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. മാത്രമല്ല, ഈ ഒക്ടോബർ 31 ഈ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അന്ന് രാത്രി 9:35 തന്നെ ഇതിലെ അംഗങ്ങളെ, ഈ വിവാദമായ ഗ്രൂപ്പിലെ അംഗങ്ങളെ എല്ലാം റിമൂവ് ചെയ്യുന്നു. തൊട്ടടുത്ത ദിവസം ഉച്ചയ്ക്ക് 2:30 തൻ്റെ ഫോൺ ഹാക്ക് ചെയ്തു എന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നത്. അതായത് ഇതിൽ ആഡ് ചെയ്യുകയും അത് വിവാദമാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആളുകളെ മുഴുവൻ റിമൂവ് ചെയ്യുകയും പിന്നീട് അടുത്ത ദിവസം ഈ ഹാക്കിംഗ് വാദവുമായി വന്നു. അവിടെയും തീരുന്നില്ല, തിരുവനന്തപുരം സിറ്റി പോലീസാണ് ഈ കാര്യങ്ങൾ പരിശോധിച്ചത്. തുടർന്ന് മെറ്റയോടും ഗൂഗിളിനോടും ഇത് സംബന്ധിച്ച വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. ഈ രണ്ട് കേന്ദ്രങ്ങളിൽ നിന്നും ലഭിച്ചത് ഹാക്കിങ്ങിൻ്റെ ഒരു സാധ്യതയും കണ്ടെത്തിയില്ല എന്ന കാര്യമാണ്. മാത്രമല്ല, പോലീസിൻ്റെ ഫോറൻസിക് പരിശോധന കൂടി നടന്നിരുന്നു. അതിലും ഹാക്കിങ്ങിൻ്റെ ഒരു വിവരവും ലഭ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഹാക്കിംഗ് വാദം അത് അപ്പാടെ പൊളിഞ്ഞു പോകുന്ന നിലയിലായിരുന്നു. മാത്രമല്ല, ഈ പോലീസിന് 2 ഫോണുകൾ കൈമാറുമ്പോൾ, ഐഫോണും അതോടൊപ്പം തന്നെ സാംസങ്ങിൻ്റെ ഒരു ഫോണുമാണ്. ഈ ഫോണുകൾ പല കുറി ഫോർമാറ്റ് ചെയ്തിരുന്നു. ഈ ഫാക്ടറി റീസ്റ്റോർ എന്ന ആ സെറ്റിങ്സിലേക്ക് കയറി 4 തവണയെങ്കിലും അതിൽ കാര്യങ്ങൾ സേവ് ചെയ്യുകയും പിന്നീട് അത് റീസ്റ്റോർ ചെയ്യുകയും ചെയ്യുന്ന നിലയുണ്ടായിട്ടുണ്ട്. എന്തിനാണ് ഗോപാലകൃഷ്ണൻ ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്, രേഖകൾ ഒന്നുമില്ലാതെ അത് അവശേഷിപ്പിച്ച് കളഞ്ഞത് എന്നതിലും വലിയ വ്യക്തതയില്ല. ഗോപാലകൃഷ്ണനാകട്ടെ ഇതുവരെ മറ്റേതെങ്കിലും നിയമ നടപടികളിലേക്ക് പോയിട്ടില്ല. സസ്പെൻഷനെ എതിർത്തുകൊണ്ടുള്ള ഏതെങ്കിലും ഒരു നിയമ നടപടിയിലേക്ക് ഗോപാലകൃഷ്ണൻ പോയിട്ടുമില്ല. അവിടെയാണ് ഗോപാലകൃഷ്ണനെ കുറിച്ചുള്ള ഈ ചാർജ് മെമ്മോ, അദ്ദേഹത്തിൻ്റെ ചെയ്തിയുമായി ബന്ധപ്പെട്ടുള്ള ഈ ചാർജ് മെമ്മോയിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അതൊന്നും പരാമർശിക്കാതെ ഉദ്യോഗസ്ഥർക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മാത്രം അത് അവസാനിക്കുന്നത്. അവിടെ ഹിന്ദു ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നില്ല, മുസ്ലിം ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നില്ല. ഒരു വനിതാ IAS ഉദ്യോഗസ്ഥ സ്ക്രീൻഷോട്ട് എടുത്ത് അതിന് ആ വിവരം പോലീസിന് കൈമാറിയതിനെക്കുറിച്ച് പറയുന്നില്ല. അത്തരത്തിൽ യാതൊരു വിവരവും പറയാതുള്ള ഈ ചാർജ് മെമ്മോ ഗോപാലകൃഷ്ണന് സ്വാഭാവികമായും അനുകൂലമായി തീരും എന്നതിൽ സംശയമില്ല. രഞ്ജിത്ത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. VV വിനോദാണ് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഗുരുതരമായ ചാർജുകൾ ഒഴിവാക്കിയുള്ള ഒരു നീക്കം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ആദ്യം ഇതിലൊരു ആക്ഷേപം വന്നത് വിനോദ്, മറ്റൊന്ന് ഇതാണ്, ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ, അതായത് ഒരു IT സെല്ലൊക്കെ അന്വേഷിക്കേണ്ട ഒരു കേസ്, ഇതിലെന്തൊക്കെയാണ് സംഭവിച്ചത്, ആരാണ് ഈ ഗ്രൂപ്പിൻ്റെ പിറകിൽ എന്നൊക്കെ അന്വേഷിക്കേണ്ട ഒരു കേസ് ഇപ്പോൾ നാർക്കോട്ടിക് സെൽ DYSP അന്വേഷിക്കുന്നു എന്നുള്ളതിലും ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ, ഈ മേഖലയിലുള്ള നിയമവിദഗ്ധരായ ആളുകൾ ഒരു അസ്വാഭാവികത മണക്കുന്നുണ്ട്. അങ്ങനെ ഒരു അന്വേഷണം ഏൽപ്പിച്ചതിൻ്റെ പ്രസക്തി എന്താണ് എന്ന കാര്യത്തിലൊക്കെ അതിനൊക്കെ ഒരുപാട് വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട്. അങ്ങനെ അന്വേഷിച്ച ആൾ തന്നെ ഒരു കോമ്പീറ്റൻ്റ് അല്ല ഇതിനു വേണ്ടി
ഒരുപക്ഷെ അതിന് മുകളിലുള്ള ആളുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി ടെക്നിക്കലി അറിയാവുന്ന ആളുകൾ അന്വേഷിക്കണം എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യ ഘട്ടത്തിൽ കുറ്റമുക്ത അല്ലെങ്കിൽ കാര്യങ്ങൾ ലഘൂകരിച്ചത് മതവിദ്വേഷ പരാമർശങ്ങളൊന്നും ഉണ്ടായില്ല ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമായി എന്ന് പറഞ്ഞാണല്ലോ. അപ്പോൾ ആദ്യ ഘട്ടം മുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്വേഷണത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ഈ ഒരു സംരക്ഷണം കിട്ടുന്നുണ്ട്. ഈ കേസ് തേച്ചു വായിച്ച് കളയാനും വലിയ ചർച്ചയാക്കാതിരിക്കാനും ഒക്കെയായി അങ്ങനെയും ഒരു സംഗതി കാണാമല്ലോ. രഞ്ജിത്ത്, ഒരു പരിധിവരെ അക്കാര്യവും നമുക്ക് പറയാവുന്നതാണ്. കാരണം അതുമായി ബന്ധമില്ലാത്തൊരു ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചു എന്നൊരു വാദം. പക്ഷേ അതിനപ്പുറത്തേക്ക് അതൊരു പ്രാഥമിക അന്വേഷണത്തിന് ഒരു ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കുന്നതാണ്. അത് സൈബർ സെല്ല് തന്നെ അന്വേഷിക്കുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി. കാരണം മെറ്റയിൽ നിന്നുള്ള വിശദാംശങ്ങൾ തേടുന്നു, ഗൂഗിളിൽ നിന്നുള്ള വിശദാംശങ്ങൾ തേടുന്നു, സംസ്ഥാന പോലീസിൻ്റെ ഫോറൻസിക്കിൻ്റെ പരിശോധന നടത്തുന്നു. അവിടെ ഈ ഉദ്യോഗസ്ഥനെ നിയമിച്ചതിലെ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇത്തരം പരിശോധനകളെല്ലാം നടക്കുകയും അതിലെല്ലാം തന്നെ ഗോപാലകൃഷ്ണൻ ഉയർത്തിയ വാദങ്ങൾ അത് ശരിയാണ് എന്ന തരത്തിൽ ഒരു മറുപടിയും ലഭിച്ചില്ല എന്നതാണ്. അതായത് ഗോപാലകൃഷ്ണൻ പറയുന്നത് കള്ളമാണ്, അത് അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ തെറ്റാണ് എന്നത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള മറുപടികളും തെളിവുകളുമാണ് പല ഏജൻസികളിൽ നിന്നായി ലഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു അന്വേഷണ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിയുടെ കൈകളിലേക്ക് DGPയുടെ ഭാഗത്തു നിന്ന് എത്തുകയും മറ്റൊരു അന്വേഷണം, അതായത് ഈ പ്രശാന്ത് IASൻ്റെ കാര്യത്തിൽ ഒരു എൻക്വയറി എങ്കിലും ഉണ്ടായിരുന്നു. ഗോപാലകൃഷ്ണൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു എൻക്വയറി പോലും ഉണ്ടായില്ല. ആ എൻക്വയറി പോലും ഇല്ലാതെ ഉചിതമായ നടപടി സ്വീകരിക്കാമെന്ന ഒരു റിപ്പോർട്ടാണ് അന്ന് ചീഫ് സെക്രട്ടറി സർക്കാരിലേക്ക് നൽകിയത്. 2 ഉദ്യോഗസ്ഥരെയും ഒരുമിച്ച് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. പ്രശാന്ത് ആകട്ടെ പിന്നീടും ജയതിലകുമായുള്ള തർക്കത്തെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ജയതിലക് അഴിമതി കാണിച്ചു എന്ന വാദവുമായി പോവുകയും നിയമപോരാട്ടത്തിലേക്ക് പോവുകയും ചെയ്യുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ ഗോപാലകൃഷ്ണൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചൊരു അന്വേഷണം പോലും ആദ്യഘട്ടത്തിൽ ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഉചിതമായ നടപടി സർക്കാരിന് തീരുമാനിക്കാം, വലിയ വീഴ്ചയാണ് ഉണ്ടായത് എന്ന തരത്തിലായിരുന്നു റിപ്പോർട്ട് നൽകിയത്. തുടർന്നാണ് ഗോപാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്തുള്ള ഓർഡർ വന്നത്. അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ കമ്മ്യൂണലായിട്ട് ഉദ്യോഗസ്ഥരെ തിരിക്കുന്നതിന് വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ ഉണ്ടായി, സർവീസ് ചട്ട ലംഘനങ്ങൾ അക്കമിട്ട് പറഞ്ഞുകൊണ്ടാണ് അതിൽ ഈ സസ്പെൻഷൻ ഓർഡറിൽ കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ, അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഗോപാലകൃഷ്ണന് അനുകൂലമായ നിലയിലേക്ക് കാര്യങ്ങൾ മാറി മറയുന്നു എന്നതാണ് ഇപ്പോൾ കാണേണ്ട ഒരു കാര്യം. ആ നിലയ്ക്കുള്ള ചില തോന്നലുകൾ ഉണ്ടാക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള മെമ്മോകൾ കാണുമ്പോൾ. അത് എവിടെ എത്തി നിൽക്കും എന്നത് സ്വാഭാവികമായും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഗോപാലകൃഷ്ണന് അനുകൂലമായ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കാര്യമായ നിയമപോരാട്ടം ഒന്നും നടത്താതെ തന്നെ സർവീസിലേക്ക് തിരികെ എത്താൻ കഴിയുന്ന സാഹചര്യം ഒരുക്കുമെന്നത് വ്യക്തമാണ്. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും ആരാണ് കവചം തീർക്കുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ഘട്ടത്തിൽ പ്രസക്തമാകുന്നത്. VV വിനോദാണ് സമഗ്രമായി 2 വാർത്തകളുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്ത, നവീൻ ബാബുവിൻ്റേത് കൊലപാതകമല്ല എന്ന് സർക്കാരിന് ഹൈക്കോടതിയിൽ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. കൊലപാതകമെന്ന് സംശയിക്കാനുള്ള തെളിവുകളോ സാഹചര്യമോ ഇല്ലെന്നാണ് ഹൈക്കോടതിയിൽ സർക്കാരിൻ്റെ മറുപടി സത്യവാങ്മൂലം. തൂങ്ങി മരിച്ചുവെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. മൃതശരീരത്തിൽ നിന്ന് മറ്റു മുറിവുകൾ കണ്ടെത്താനായിട്ടില്ല. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നതിന് അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യം ആവശ്യമില്ലെന്നും സർക്കാർ അറിയിക്കുകയാണ്. ആജ്ഞ രവീന്ദ്രൻ ശരിയാണ്. ആജ്ഞ, ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് സർക്കാർ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്? കുടുംബത്തിൻ്റെ സംശയം പോലെ ഒരു കൊലപാതകമല്ല, പൂർണ്ണമായും സ്വാഭാവികമായ ഒരു ആത്മഹത്യയാണ് എന്ന് വേണം സർക്കാർ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. അതിന് ഉപോത്ബലകമായി എന്തൊക്കെ തെളിവുകൾ കോടതിയിൽ സർക്കാർ സമർപ്പിച്ചു? രഞ്ജിത്ത്, ഈ കേസിൽ അതായത് മഞ്ജുഷ സമർപ്പിച്ച ഹർജിയിൽ നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമാണോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഇത്ര കാലം സംസ്ഥാന പോലീസിന്റെ അന്വേഷണം നേരായ രീതിയിലല്ല, ഇതിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് തന്നെയായിരുന്നു മഞ്ജുഷ ഹർജിയുമായി കോടതിയെ സമീപിച്ചത്. പക്ഷേ ഈ ഹർജി പരിഗണിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ സത്യവാങ്മൂലം നൽകാനുള്ളതും കേസ് ഡയറി സമർപ്പിക്കാനുള്ള സമയം കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ നീട്ടി ചോദിച്ചിരുന്നു. അതേ പ്രകാരമാണ് ഇന്നലെ രാത്രിയോടെ സത്യവാങ്മൂലം സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ സത്യവാങ്മൂലത്തിലാണ് നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യയാണ് എന്ന് 2 ഇടത്ത് സംസ്ഥാന പോലീസ് DGP സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒന്ന്, നവീൻ ബാബുവിനെ തൂങ്ങി മരിച്ച, അതായത് ആത്മഹത്യ ചെയ്ത നിലയിൽ, കെട്ടിത്തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയെന്ന് തന്നെയാണ്. അതിനുശേഷം രണ്ടാമത് ഇദ്ദേഹത്തിന് PP ദിവ്യ
അദ്ദേഹത്തിൻ്റെ യാത്രയയപ്പ് വേദിയിലേക്ക് ക്ഷണിക്കാതെ കയറി വന്ന ശേഷം ഉണ്ടാക്കിയ കോലാഹലങ്ങൾ അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുമെന്നുള്ള ഭയത്തിൽ നവീൻ ബാബുവിന് അതിൽ ടെൻഷനുണ്ടായിരുന്നു. അദ്ദേഹം മാനസികമായി അത്തരം കാര്യങ്ങളിൽ ടെൻഷനായിരുന്നു. ആ മാനസിക സമ്മർദ്ദത്തിൽ അദ്ദേഹം സൂയിസൈഡ് ചെയ്തതാണ് എന്നുള്ള നിഗമനത്തിലുമാണ് പോലീസ് എന്ന് തന്നെയാണ്, സൂയിസൈഡ് ചെയ്തതാണ് എന്ന് തന്നെയാണ്, കമ്മിറ്റഡ് സൂയിസൈഡ് എന്നുള്ള പ്രയോഗമാണ് ഈ സത്യവാങ്മൂലത്തിൽ പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ്. മാത്രമല്ല മഞ്ജുഷ മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങൾ കോടതിക്ക് മുൻപാകെ നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമാണോ എന്ന് സംശയമുള്ള തരത്തിൽ മഞ്ജുഷ മുന്നോട്ട് വെച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട സംശയമായിരുന്നു, അല്ലെങ്കിൽ അതിനുണ്ടായിരുന്ന വ്യക്തതയില്ലായ്മയായിരുന്നു. ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ ബന്ധുക്കൾ എത്തുന്നതിന് മുൻപേ തന്നെ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയെന്ന് പറയുമ്പോൾ പോലീസ് പറയുന്നത് ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവനുസരിച്ച് 4 മണിക്കൂറിനുള്ളിൽ മരണം നടന്ന് 4 മണിക്കൂറിനുള്ളിൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കണം. അതേസമയം കണ്ണൂരെത്താൻ പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൂരെത്താൻ 15 മണിക്കൂറെടുത്തു. മരണത്തിന് ശേഷം കുടുംബാംഗങ്ങൾ എത്തിയത് അപ്പോഴാണ്. അതേസമയം 5 പ്രധാന സാക്ഷികളെ നിർത്തി തന്നെയാണ്, അല്ലെങ്കിൽ 5 പ്രധാന സാക്ഷികളുടെ സാമീപ്യത്തോടു കൂടിയാണ് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ അടുത്ത ബന്ധുക്കൾ വേണമെന്നുള്ള നിർബന്ധമില്ല എന്നും DGP സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇൻക്വസ്റ്റിന് ഉള്ള കൺഫ്യൂഷൻ ഇല്ല. അതിൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന ചൂണ്ടിക്കാട്ടി ഇത് കൊലപാതകമാണെന്ന് തയ്യാറാക്കാൻ വൈകിയതുമായി ചൂണ്ടിക്കാട്ടി ഇത് കൊലപാതകമാണെന്നോ അല്ലെങ്കിൽ സംസ്ഥാന പോലീസിൻ്റെ അന്വേഷണത്തിലെ പിടിപ്പുകേടാണോ എന്ന് പറയാൻ കഴിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മഞ്ജുഷ മുന്നോട്ട് ഉന്നയിച്ചത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ ഈ പെട്രോൾ പമ്പ് സംരംഭകൻ്റെ ലെറ്ററാണ്. അത് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു. ഇത് മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലൊരു പരാതി ലഭിച്ചിട്ടില്ല, ഈ പരാതി വ്യാജമാണ്. അത് PP ദിവ്യയുമായി ബന്ധപ്പെട്ട ആളുകൾ PP ദിവ്യയെ ഈ നവീൻ ബാബുവിൻ്റെ മരണശേഷം സംരക്ഷിക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ സമീപത്തെ പോലീസുകാർ ഇവരുടെ രാഷ്ട്രീയ ഇൻഫ്ലുവൻസ് കൊണ്ട് സമീപത്തെ പോലീസുകാർ ഇവരെ സംരക്ഷിക്കാൻ ശ്രമിച്ച കാര്യം, ഇവ മുൻകൂർ ജാമ്യം നേടുന്നത് വരെ PP ദിവ്യയെ ഒളിവിൽ കഴിയാൻ നൽകിയ സാഹചര്യം ഒരുക്കിയത്, ഇത്തരം കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ സംസ്ഥാന പോലീസ് നേരായ വഴിയിൽ അന്വേഷണം നടത്തില്ല, അല്ലെങ്കിൽ പക്ഷപാതപരമായി അന്വേഷണം നടത്തുമെന്നുള്ള ഒരു ആരോപണം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് മഞ്ജുഷ കോടതിയെ സമീപിച്ചത്. രഞ്ജിത്ത്, മറ്റൊരു കാര്യം ആജ്ഞ, നമുക്കറിയാം CBI അന്വേഷണം എന്ന ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വെച്ചത്. അതിനാണ് അവർ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന് പറയുന്നു. അത് എന്തെങ്കിലും കോടതി അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നടത്തിയോ? സർക്കാർ ഇന്നലെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് CBI വരണ്ട, അന്വേഷണം തൃപ്തികരമാണ് എന്നാണ്. പക്ഷേ കോടതിയാണല്ലോ തീരുമാനിക്കേണ്ടത് അന്തിമമായി. CBI അന്വേഷണം വേണമെന്ന് കോടതി നിർദ്ദേശിച്ചാൽ CBIക്ക് അന്വേഷിച്ചേ പറ്റുള്ളൂ. കുടുംബത്തിൻ്റെ ആവശ്യം അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ അതിലെന്തെങ്കിലും പരാമർശങ്ങൾ നടത്തുകയോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ സർക്കാർ വ്യക്തമാക്കുകയോ, അതോ ഇങ്ങനൊരു റിപ്പോർട്ട് ഇങ്ങനെ സത്യവാങ്മൂലം നൽകുന്നത് തന്നെ CBI അന്വേഷണം തൽക്കാലം വേണ്ട, ഞങ്ങളെല്ലാം കാര്യമായി അന്വേഷിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുക എന്ന ലക്ഷ്യം കൂടി ഉണ്ടല്ലോ? ഇതിനൊരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത് രഞ്ജിത്ത്. കാരണം ആ അന്വേഷണ സംഘം SIT ഇതിൽ കൃത്യമായി നേരായ വഴിക്ക് തന്നെയാണ് അന്വേഷണം പൂർത്തിയാക്കുന്നതെന്നാണ് സംസ്ഥാന പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നത് CBI അന്വേഷണം കേസിൽ ആവശ്യമില്ല, സംസ്ഥാന പോലീസിൻ്റെ അന്വേഷണ രീതി ശരിയായ ദിശയിലേക്ക് തന്നെയാണ്, അതുകൊണ്ട് തന്നെ CBI അന്വേഷണം ആവശ്യമില്ല എന്നൊരു സാഹചര്യമാണ്, എന്ന ഒരു ആവശ്യമാണ് കോടതിയെ സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതേസമയം കോടതി ഇത് നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയല്ലേ എന്നൊരു ചോദ്യം ഉന്നയിക്കുകയും അതേ തുടർന്നാണ് ഈ ഹർജി പരിഗണിക്കുമ്പോഴാണ് ഈ കേസിൽ, അതായത് കൃത്യമായ തെളിവുകളുണ്ടോ, വ്യക്തതയുണ്ടോ, എങ്ങനെയാണ് ADMന്റെ മരണം കൊലപാതകമാണ് എന്ന് ആരോപിക്കാൻ വ്യക്തമായ തെളിവുകളിൽ വ്യക്തത വേണമെന്ന് കഴിഞ്ഞ ദിവസം മഞ്ജുഷയുടെ ഹർജി കോടതി പരിഗണിക്കുമ്പോൾ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല CBIയോട് ഈ കാര്യം, CBIയുടെ അഭിഭാഷകനോട് ഈ കാര്യം അന്വേഷിക്കുകയും ചേർന്നു. അതായത് അന്വേഷണം CBI ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചിരുന്ന സമയത്ത് കോടതി ആവശ്യപ്പെട്ടാൽ അന്വേഷണത്തിന് തയ്യാറാണ് എന്ന് തന്നെയാണ് CBI വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ കോടതി ഇക്കാര്യത്തിൽ ഈ സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തിൽ എന്തെങ്കിലും അപാകത തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് വ്യക്തമായാൽ CBIക്ക് അന്വേഷണം വിടാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായേക്കാം. അത് കോടതി നിർദ്ദേശിച്ചാൽ മാത്രം മതി. കോടതിക്ക് മുൻപാകെ വേണ്ടത്, കോടതിക്ക് ആവശ്യപ്പെട്ടത് നവീൻ ബാബുവിന്റെ മരണം
കൊലപാതകമാണെന്ന് സംശയിക്കാനുള്ള എന്ത് സാഹചര്യമാണ് ഭാര്യയ്ക്ക് മുന്നോട്ട് വെക്കാനുള്ളത് എന്ന് തന്നെയാണ്. അതിൽ വ്യക്തത വന്നാൽ ഒരുപക്ഷെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ കോടതി ഇക്കാര്യത്തിൽ CBI അന്വേഷണം ഏറ്റെടുക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CBIക്ക് അന്വേഷണം ഏറ്റെടുക്കണം. അതല്ലെങ്കിൽ സംസ്ഥാന പോലീസിന് CBIക്ക് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൈമാറണം, രേഖകൾ കൈമാറേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും. കഴിഞ്ഞ ദിവസം തന്നെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടും സത്യവാങ്മൂലവും കോടതിക്ക് മുൻപൊക്കെ സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിച്ചില്ലെങ്കിൽ പോലും സത്യവാങ്മൂലമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കോടതിയെ ഹാജരാക്കിയിട്ടുള്ളത്. കേസ് ഡയറിയും ഹാജരാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒക്കെ അസസ് ചെയ്ത ശേഷമായിരിക്കും കോടതി ഈ CBI അന്വേഷണം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. ഇനി ഇക്കാര്യത്തിൽ CBI ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കോടതിയാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത്. അത് 12-ാം തീയതിയാണ് അടുത്ത ഹിയറിംഗ് വെച്ചിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക. കാരണം അതിനു മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും കോടതിയിൽ ഹാജരാക്കണമെന്നും കേസ് ഡയറി ഹാജരാക്കണമെന്നും അതുപോലെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹാജരാക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണ് എന്ന നിലപാടിൽ തന്നെയാണ് സർക്കാർ ഉള്ളത്. അത് കോടതിയെ ആ തരത്തിൽ ഇന്ന് ധരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ അത് ശബരിമലയിൽ കഴിഞ്ഞ ദിവസം നമുക്കറിയാം നടൻ ദിലീപിൻ്റെ കൂട്ടത്തിലുള്ള കുറച്ച് സംഘാംഗങ്ങളുമൊക്കെ ശബരിമലയിൽ ദർശനം നടത്തിയതിനെ വലിയ രൂക്ഷമായ ഭാഷയിലാണ് ഹൈക്കോടതി വിമർശിച്ചത്. ഏതാണ്ട് എല്ലാ ദിവസങ്ങളിലും ശബരിമലയുമായി ബന്ധപ്പെട്ട കേസുകൾ ഹൈക്കോടതിയുടെ ബെഞ്ച് പരിഗണിക്കുന്നുണ്ട് എന്നത് പ്രധാനമാണ്. ഈ മണ്ഡലകാലത്ത് ഉടനീളം അത് ഉണ്ടാകും. ഇന്നിപ്പോൾ കോടതി അധികം കേസുകൾ പരിഗണിക്കാത്ത അല്ലെങ്കിൽ അവധി ദിവസം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ദിവസം കൂടിയാണ്. പക്ഷേ ഇന്ന് ശബരിമല കേസ് പരിഗണിച്ചു. ഒപ്പം CCTV ദൃശ്യങ്ങൾ കോടതി കണ്ടു. ഇന്നലെ CCTV ദൃശ്യങ്ങൾ ഹാജരാക്കാൻ ദേവസ്വം ബോർഡിനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു. അത് ഇന്നും വിമർശനമുണ്ടായി. കാരണം VIP പരിഗണന നൽകിയതുപോലെയുള്ള സംഭവങ്ങൾ ദിലീപിന് ഇനി ആവർത്തിക്കരുത് എന്ന് ഹൈക്കോടതി പറയുകയാണ്. ഇക്കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ട ദേവസ്വം ബോർഡാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉത്തരവാദിത്തമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സത്യവാങ്മൂലം നൽകാനും കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ച പശ്ചാത്തലമുണ്ട്. അങ്ങനെ വലിയ വിമർശനം ഇന്ന് കോടതിയുടെ ഭാഗത്തുണ്ടായി. മറ്റ് ഭക്തർക്ക്, അതായത് ഈ അനവധി ഭക്തർ, അന്ന് സ്ത്രീകളും പ്രായമായവരും അടക്കമുള്ള ആളുകൾ, കുഞ്ഞുങ്ങളും അടക്കമുള്ള ആളുകളൊക്കെ ഒരുപാട് പേർ വന്നു പോകുന്ന സ്ഥലമാണ്. അന്ന് ഈ ദിലീപ് വന്നതുകൊണ്ട് കുറേ ആളുകൾക്ക് ദർശനം കിട്ടിയില്ല എന്നൊരു ആക്ഷേപം കൂടി ഉണ്ടായിരുന്നു. അതും കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ആജ്ഞ ഇതിപ്പോൾ വലിയ വിമർശനമാണ്. ഇന്നും ദേവസ്വം ബോർഡിനോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്ന ഇനിയും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുത് എന്നുള്ളതാണ്. ഇന്ന് ഈ കേസ് പരിഗണിച്ചപ്പോൾ കോടതി പറഞ്ഞു വെച്ച വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു, ഇനി ഇതിൽ എന്തൊക്കെ തുടർ നടപടികൾ വേണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടത്? പ്രധാനമായും കോടതി ചൂണ്ടിക്കാട്ടിയത് ദിലീപിനെ പോലെ VIP പരിഗണനയിലുള്ള ദർശനം നൽകുന്ന സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത് എന്നുള്ള മുന്നറിയിപ്പാണ് കോടതി നൽകിയത്. കാരണം ഇത് കഴിഞ്ഞ ദിവസം സുനിസ്വാമിയുടെ ഹർജി കോടതി സ്വമേധയാ പരിഗണിച്ച ആ ഹർജി പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് കോടതി എല്ലാ ഭക്തന്മാർക്കും തുല്യമായ പരിഗണന നൽകണം എന്ന് നിർദ്ദേശം വെച്ചത്. അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ദിലീപിന് ഇത്തരത്തിൽ VIP പരിഗണന നൽകുന്നതും. അത് ഹരിവരാസന കീർത്തനം ചൊല്ലുന്ന സമയത്ത് തന്നെ 8 മിനിറ്റോളം ദിലീപ് നടയുടെ മുൻപാകെ തുടരുന്ന സാഹചര്യവും ദിലീപും ഒപ്പമുള്ളവരും അത് മറ്റ് ഭക്തന്മാരുടെ ദർശനം തടയുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നുള്ള നിർദ്ദേശം കോടതി മുൻപോട്ട് വെച്ചത്. അതിനുശേഷമാണ് ഈ കാര്യത്തിൽ കർശനമായ നിർദ്ദേശവുമായി കോടതി മുൻപോട്ട് വന്നത്. അതായത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത്. ഈ വിഷയത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സത്യവാങ്മൂലം നൽകണമെന്നും സോപാനം ഓഫീസർ, അതുമായി ചുമതലയുള്ള ഓഫീസർ ഇതിൻ്റെ റിപ്പോർട്ട് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ദിലീപിനെ പോലുള്ള VIP കാരണം 3-4 മണിക്കൂർ ക്യൂ നിന്ന് അല്ലെങ്കിൽ ക്യൂവിൽ നിന്ന് നിരനിന്ന് വരുന്ന ആളുകൾക്ക്, ഭക്തന്മാർക്ക് ദർശനം കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഹരിവരാസനം ചൊല്ലുന്ന സമയത്ത് മാക്സിമം ഭക്തന്മാരെ അതിലേക്ക് കടത്തിവിടാൻ നോക്കണം. മാക്സിമം ആളുകൾക്ക് അപ്പോൾ ദർശനം നൽകാൻ നോക്കണം. അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഈ 8 മിനിറ്റ് ഒരാൾക്ക് വേണ്ടി, ഒരു VIPക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്ത് വെക്കുന്ന സാഹചര്യം അനുവദനീയമല്ലെന്നാണ് കോടതി പറഞ്ഞത്. മാത്രമല്ല സ്ത്രീകളും കുട്ടികളും അടക്കം നമുക്കറിയാം 53 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും മുതിർന്ന ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളാണ് വരുന്നത്. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാം. 4-5 മണിക്കൂർ ക്യൂ നിന്ന് ശബരിമലയുടെ
18ാം പടിക്ക് മുൻഭാഗത്ത് തന്നെ ദർശനം കാത്തു നിൽക്കുന്ന സാഹചര്യം തന്നെ മണിക്കൂറുകൾ നീളുന്ന അവസ്ഥയിലാണുള്ളത്. അങ്ങനെ ഈ മണ്ഡലകാലത്ത് 10,000-കണക്കിന് ഭക്തന്മാർ ഓരോ ദിവസവും വന്നു പോകുന്ന സാഹചര്യത്തിൽ പോലീസ് എന്ത് ആണ് ഇവിടെ ചെയ്യുന്നതെന്ന് കോടതി ചോദിക്കുകയുണ്ടായി. ആ ഒരു വിമർശനം പോലീസിന് നേരെയും അതുപോലെ ശബരിമലയ്ക്ക് മുൻപാകെ VIP-കളെ കടത്തിവിടുന്ന സാഹചര്യത്തിൽ VIP-കൾക്ക് ദർശനം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഭക്തന്മാരുടെ ദർശനം തടസ്സപ്പെടുന്ന സാഹചര്യം ഇനി ഉണ്ടാകരുത് എന്ന് തന്നെയാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. മറ്റുള്ളവർക്ക് ദർശനം നേടേണ്ടേ, മറ്റുള്ളവർക്കും ദർശനം തേടേണ്ടേ എന്ന് കോടതി ചോദിക്കുകയുണ്ടായി. അതായത് മണ്ഡലകാലത്ത് ഈ നോമ്പ് നോറ്റ് അല്ലെങ്കിൽ വ്രതമിരുന്ന് സന്നിധാനത്ത് അയ്യപ്പ ദർശനം തേടിയെത്തുന്നവരുടെ ദർശനം തടയുന്ന ഒരു നീക്കത്തിലേക്കാണ് ഇത്തരം സംഭവങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഇനിമേലിൽ ആവർത്തിക്കരുത് എന്നുള്ള താക്കീത് തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം നൽകാനുമാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ ദേവസ്വം വിജിലൻസിന്റെ ഒരു അന്വേഷണം ഉണ്ടായിരുന്നല്ലോ ആജ്ഞ ഇതുമായി ബന്ധപ്പെട്ട്, അവരുടെ റിപ്പോർട്ട് നൽകണമെന്നും ഇന്നലെ കോടതി ആവശ്യപ്പെട്ടിരുന്നു. വിജിലൻസ് വിശദമായി ഈ കാര്യം കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? ഒപ്പം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ ദേവസ്വം ബോർഡ് ഏത് തരത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. CCTV ദൃശ്യങ്ങൾ പെൻഡ്രൈവിൽ ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ പരിശോധന വേണം എന്നാണോ? രഞ്ജിത്ത്, CCTV ദൃശ്യങ്ങൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. കോടതി അത് പരിശോധിച്ചിട്ടില്ല. അതായത് പരിശോധിക്കുന്ന സാഹചര്യത്തിലായിരിക്കും ഒരു പക്ഷേ കൂടുതൽ നിർദ്ദേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. എന്തായാലും നിലവിൽ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിഷയത്തിൽ സത്യവാങ്മൂലം നൽകണമെന്നും അതുപോലെ സോപാനം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ തന്നെ പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കർശനമായ നിർദ്ദേശവുമാണ് VIP പരിഗണനയിൽ ശബരിമലയിൽ ദർശനം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത്തരമൊരു ഇടപെടൽ സാഹചര്യത്തിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രനും ജസ്റ്റിസ് S. മുരളീകൃഷ്ണയും അടങ്ങിയ ഡിവിഷൻ ബെഞ്ചിൻ്റേതാണ് നിരീക്ഷണം. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കാലങ്ങളായി ശബരിമലയുടെ ദേവസ്വം റൂം കൈവശം വെച്ചിരിക്കുന്ന ഷൊറൂർ സ്വദേശി സുനിൽകുമാർ എന്ന സുനിസ്വാമിയെ ചുറ്റിപ്പറ്റിയായിരുന്നു ആ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതി ഇത്തരത്തിൽ എങ്ങനെയാണ് ഡോണർഷിപ്പിന് അപ്പുറത്തേക്ക്, അതിൻ്റെ പരിധിക്ക് അപ്പുറത്തേക്ക് ഒരാൾക്ക് ദേവസ്വത്തിൻ്റെ റൂം കൈയടക്കി വെക്കാൻ കഴിയുക എന്ന് ചോദിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് മറ്റുള്ള ഭക്തന്മാർക്കും തുല്യത നൽകണം, അല്ലെങ്കിൽ തുല്യമായി ഭക്തന്മാരെ പരിഗണിക്കണം, എല്ലാ ആളുകൾക്കും തുല്യ അവകാശമാണ്, അയ്യപ്പനെ കാണാൻ വരുന്ന എല്ലാ ആളുകൾക്കും തുല്യ അവകാശമാണ് എന്ന് ഡിവിഷൻ ബെഞ്ച് സൂചിപ്പിച്ചത്. ആ സൂചനയാണ് അല്ലെങ്കിൽ ആ നിരീക്ഷണമാണ് ഈ ഒരു കേസും കൂടി പരിഗണിക്കാൻ തൊട്ടടുത്ത ദിവസം തന്നെ ദിലീപ് ഇത്തരത്തിൽ ശബരിമലയിൽ എത്തുകയും ഇത് ഭക്തന്മാരുടെ ദർശനം മുടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു എന്ന് കോടതി ഉടനടി കോടതി ഇടപെടുകയും ചെയ്തത് അത്തരത്തിലാണ്. എന്തായാലും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്, കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള തുടർ നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ തുടർ വിധികൾ, നിർദ്ദേശങ്ങൾ കോടതിയിൽ നിന്നും ഇനിയും ഉണ്ടാകാനിരിക്കുന്നതേയുള്ളൂ. ദേവസ്വം ബോർഡിന് ഇനി ഇതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം സമർപ്പിക്കാനുള്ള ചുമതലയുണ്ട്. സത്യവാങ്മൂലം സമർപ്പിച്ച ശേഷവും സോപാനം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിച്ച ശേഷവും കേസ് വീണ്ടും പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രഞ്ജിത്ത്. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിശദമായി വിവരങ്ങൾ പങ്കുവച്ചത്. പാലക്കാട്ടെ നീല ട്രോളി ബാഗ് വിവാദം മറക്കാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കോട്ടത്തിൽ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴും നീല ട്രോളി വാർത്തയായിരുന്നു. അതിലാണ് ഈ നിയമസഭാ രേഖകളടക്കം രാഹുൽ മാങ്കോട്ടത്തിന് കൈമാറിയത്. അത് രാഹുലിനെ ട്രോളാനാണോ എന്നുള്ള വിവാദമൊക്കെ ഉയർന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതുകൂടി ചേർത്ത് വായിക്കണം. ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേസിൽ ഷാനിമോൾ ഉസ്മാന്റെ മൊഴിയെടുത്തു. ആലപ്പുഴയിലെ വീട്ടിലാണ് മൊഴിയെടുപ്പ് നടന്നത്. പാലക്കാട് പോലീസാണ് മൊഴിയെടുക്കുന്നത്. ശരണ്യ സ്നേഹജൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ശരണ്യ, നമുക്കറിയാം ബിന്ദു കൃഷ്ണയും ഷാനിമോളുമാണ് അവിടെ ഉണ്ടായിരുന്നത് ഈ ദിവസം. അതുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ വലിയ പ്രക്ഷോഭം നടത്തിയത്, തെരഞ്ഞെടുപ്പിലുടനീളം ചർച്ചയായത്. വനിതാ പ്രവർത്തകർ മാത്രം താമസിക്കുന്ന റൂമിൽ കയറി മുൻകൂർ അനുമതിയില്ലാതെ മൊഴിയെടുത്തു എന്ന പ്രശ്നം വന്നത്. അത് വലിയ പ്രശ്നമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണോ? എന്തൊക്കെയാണ് ഈ കാര്യത്തിൽ പോലീസ് അന്വേഷിക്കുന്നത്? ആരുടെ പരാതിയിന്മേലാണ്? ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഈ ഷാനിമോൾ ഉസ്മാനും ഒപ്പം തന്നെ ബിന്ദു കൃഷ്ണയും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന്
ഒരു മാസത്തിന് ശേഷം പാലക്കാട് നിന്നുള്ള അന്വേഷണ സംഘം ഇവിടെ എത്തി മൊഴി രേഖപ്പെടുത്തിയത്. നമുക്കറിയാം, ട്രോളി വിവാദവുമായി ബന്ധപ്പെട്ട്, കള്ളപ്പണ വിവാദവുമായി ബന്ധപ്പെട്ട് അന്ന് ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും അടക്കമുള്ള കോൺഗ്രസിന്റെ വനിതാ നേതാക്കന്മാർ താമസിച്ചിരുന്ന മുറികളിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. അത് പിന്നീട് വലിയ സംഘർഷത്തിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഈ വനിതാ ഉദ്യോഗസ്ഥർ പോലും ഇല്ലാതെയാണ് അർദ്ധരാത്രിയോടെ ഈ സ്ത്രീകളായ രാഷ്ട്രീയ പ്രവർത്തകർ താമസിക്കുന്ന മുറിയിൽ ഈ പോലീസ് എത്തി പരിശോധന നടത്തിയത്. ആ സംഭവത്തിനകത്താണ് ഷാനിമോൾ ഉസ്മാന്റെയും ഒപ്പം തന്നെ ബിന്ദു കൃഷ്ണയുടെയും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഒരു മാസത്തിന് ശേഷം പാലക്കാട് നിന്നുള്ള അന്വേഷണ സംഘം ഇപ്പോൾ എത്തി മൊഴി രേഖപ്പെടുത്തിയത്. ഷാനിമോൾ ഉസ്മാന്റെ കളക്ടറേറ്റ്, ആലപ്പുഴ കളക്ടറിനോട് അടുത്തുള്ള വീട്ടിലെത്തിയാണ് അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. മൊഴിയെടുപ്പ് പൂർത്തിയാക്കി പാലക്കാട് നിന്നുള്ള അന്വേഷണ സംഘം മടങ്ങിപ്പോയി. അതിനുശേഷം ഷാനിമോൾ ഉസ്മാൻ പ്രതികരിച്ചിരുന്നു. ഷാനിമോൾ ഉസ്മാൻ വ്യക്തമാക്കിയത് താൻ പരാതി നൽകിയതിനു ശേഷം ഒരു മാസം കഴിഞ്ഞാണ് അന്വേഷണ സംഘം എത്തിയത് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ മറ്റ് നടപടികൾ, അതുമായി ബന്ധപ്പെട്ട മറ്റ് കേസ് നിയമ നടപടികളെ സംബന്ധിച്ച് താൻ ഈ മറ്റ് പാർട്ടിയുമായി ആലോചിച്ച ശേഷം മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കും എന്നുള്ളതാണ് ഷാനിമോൾ ഉസ്മാൻ വ്യക്തമാക്കിയത്. അതേസമയം തന്നെ ഷാനിമോൾ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അതായത്, ഇങ്ങനെ ഒരു മോശം അനുഭവം തനിക്കും ബിന്ദു കൃഷ്ണയും അടക്കമുള്ള ആളുകൾക്കും ഉണ്ടായിട്ടും ഇതേ മേഖലയിൽ പ്രവർത്തിക്കുന്ന മന്ത്രിമാരടക്കമുള്ള ആളുകൾ, ഒപ്പം തന്നെ വനിതകളായ സഹപ്രവർത്തകരായ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ ആരും തന്നെ ഇതിനെ അപലപിക്കാൻ തയ്യാറായില്ല. അത് ഒരു മോശം പ്രവണതയാണ് എന്നുള്ള കാര്യവും അവർ പറഞ്ഞു. ഈ ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും ഉണ്ടായിരുന്നല്ലോ ശരണ്യ, രണ്ടുപേരും ഇതിൽ ഈ വിഷയത്തിൽ ആ സമയത്തുണ്ടായിരുന്ന ആളുകളാണ്. ഈ ഷാനിമോൾക്കൊപ്പം ബിന്ദു കൃഷ്ണയുടെ മൊഴി എടുക്കുമോ? അത്തരം എന്തെങ്കിലും സൂചനകൾ അന്വേഷണ സംഘം നൽകുന്നുണ്ടോ? മറ്റ് വിവരങ്ങൾ എന്താണ്? കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള ശ്രമമായിരുന്നോ? നിലവിൽ ഷാനിമോൾ ഉസ്മാന്റെ മൊഴി മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ അന്വേഷണ സംഘം ഇവിടെ നിന്നും ആലപ്പുഴയിൽ നിന്നും ബിന്ദു കൃഷ്ണയുടെ മൊഴി കൂടി രേഖപ്പെടുത്താനായി പോകുമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഷാനിമോൾ ഉസ്മാന്റെ മൊഴിയാണ് ഇക്കാര്യത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്നുണ്ടായ കാര്യങ്ങളാണ് അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞത്. അതേസമയം തന്നെ ഷാനിമോൾ ഉസ്മാൻ അന്ന് ഇതിനകത്ത് തന്റെ മുറിയിൽ പ്രവേശിപ്പിച്ചത്, അതായത് അർദ്ധരാത്രി തന്നെ മുറിയിൽ പ്രവേശിച്ചത് പുരുഷ ഉദ്യോഗസ്ഥരാണ് എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കിയിരുന്നു. അന്ന് തന്നെ അത് മാധ്യമങ്ങളടക്കം ഷാനിമോൾ ഉസ്മാൻ അത്തരം കാര്യങ്ങൾ വിസ്തരിക്കുകയും ചെയ്തതാണ്. മാധ്യമങ്ങളടക്കം ഇവരുടെ മുറിയിൽ നടന്ന പരിശോധനയും ചോദ്യം ചെയ്യലും അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരികയും ഒക്കെ ചെയ്തതാണ്. ആ സംഭവത്തിനകത്ത് നിയമപരമായ കാര്യങ്ങൾ പാലിക്കാതെ ആണ് അർദ്ധരാത്രി സ്ത്രീകളായ ആളുകളുടെ മുറിയിൽ ഇരച്ചു കയറുക. ഒപ്പം തന്നെ മഫ്തിയിലും യൂണിഫോമിലുമുള്ള ഉദ്യോഗസ്ഥർ, പുരുഷ ഉദ്യോഗസ്ഥർ ഇത് അവരുടെ വസ്ത്രങ്ങളടക്കം അവരുടെ ബാഗുകൾ കരുതിയിരുന്ന വസ്ത്രങ്ങളടക്കം വലിച്ചു പുറത്തിടുകയും ഒപ്പം തന്നെ മുറി മുഴുവൻ വലിച്ചു വാരി പരിശോധന നടത്തുകയും ചെയ്തത്. അത് വലിയ പ്രതിഷേധം അന്ന് ഉണ്ടാക്കിയിരുന്നു, കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കി. അത് ഈ പരിശോധന നടക്കുന്ന സമയത്ത് തന്നെ ആ ഹോട്ടലിന് ചുറ്റും ഇരു വിഭാഗങ്ങളായി, അതായത് ഇടതുപക്ഷത്തിന് നേതൃത്വത്തിലുള്ള ആളുകളും ഒപ്പം തന്നെ UDF നേതൃത്വത്തിലുള്ള ആളുകളും സംഘടിക്കുകയും വലിയ പ്രതിഷേധവും ഒക്കെ ആവുകയും ചെയ്തിരുന്നു. ആ സംഭവത്തിനകത്ത് അന്ന് തന്നെ നിയമപരമായ നടപടികളിലേക്ക് പോകുമെന്നുള്ളത് ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ ബിന്ദു കൃഷ്ണയുടെയും ഷാനിമോൾ ഉസ്മാന്റെയും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പാലക്കാട് നിന്നുള്ള അന്വേഷണ സംഘം ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഷാനിമോൾ ഉസ്മാന്റെ മൊഴി മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. നമുക്ക് ഷാനിമോൾ ഉസ്മാൻ അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. ആലപ്പുഴയിലെ വീട്ടിൽ ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട മൊഴിയെടുപ്പായിരുന്നു. പാലക്കാട്ട് നിന്നുള്ള പോലീസ് സംഘമാണ് ആലപ്പുഴയിലെത്തി മൊഴിയെടുത്തത്. ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞത് അവരുടെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. നിയമപുസ്തകം വായിച്ചിട്ടും സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടുമാണെങ്കിൽ ഇങ്ങനെ വന്ന് റൂമിലേക്ക് കയറില്ലല്ലോ. ഈ ഒരു മാസം കഴിഞ്ഞല്ലല്ലോ വരേണ്ടത്. പക്ഷേ പോലീസിൽ നമ്മൾ കൊടുത്ത പരാതിയിൽ സഹകരിക്കേണ്ടത് അത് ധാർമ്മികമായി എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ മൊഴിയെടുപ്പിൽ നമ്മൾ സഹകരിക്കുന്നത്. അപ്പോൾ അതിന് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നേതൃത്വവുമായി ആലോചിച്ച് ഞങ്ങളുടെ സംഘവുമായി ആലോചിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകും. എല്ലാ ക്യാമറകളുടെയും കണ്ണുകളിൽ കൃത്യമായിട്ട് പകർത്തിയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അവിടെ നടന്ന ഓരോ സംഭവവും അതുകൊണ്ട് അത്ര സുതാര്യമായിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. കാരണം ഇനി നാളെയും സ്ത്രീകൾക്ക് പൊതുരംഗത്തേക്ക് വരേണ്ടതായിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി വലിയ വാദം ഉന്നയിക്കുന്ന നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷ സംഘടനകളുടെ വനിതാ നേതാക്കന്മാരും മന്ത്രിമാരും അടക്കമുള്ളവർ അതിനകത്ത് ഒരു വാക്കുപോലും പ്രതിഷേധിച്ചില്ല എന്നുള്ളത് നമ്മളെ അതിശയിപ്പിക്കുകയാണ്. അതാണ്, ഒരു പരാതി കൊടുക്കുന്നു, അതിന്മേൽ അന്വേഷണം ഉണ്ടാകുന്നു.
ഇനിയിപ്പോൾ റിപ്പോർട്ട് നൽകേണ്ടത് പോലീസാണ്. നേരത്തെ തന്നെ ശരണ്യ ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപം ഉയർന്നിരുന്നു. വനിതാ നേതാക്കളുടെ മുറിയിൽ ഇങ്ങനെ മുൻകൂർ അനുമതിയില്ലാതെ കയറി ചെന്ന് പരിശോധിക്കുന്ന കാര്യത്തിലൊക്കെ നമുക്കറിയാം തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം സ്വാധീനിച്ചു എന്നുള്ളത്. രാഹുലിന്റെ വിജയത്തിലൊക്കെ ഈ ട്രോളി വിവാദം വലിയ ചർച്ചയായിരുന്നു. ഇനിയിപ്പോൾ ഈ കേസുമായി തന്നെ ഈ വിഷയമായി തന്നെ ശക്തമായി മുന്നോട്ട് പോകുമെന്നാണോ ഷാനിമോൾ പറഞ്ഞു വെക്കുന്നത്? തീർച്ചയായിട്ടും നിയമപരമായ നടപടിക്രമങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് ഷാനിമോൾ ഉസ്മാൻ വ്യക്തമാക്കുന്നത്. അത് ഇന്നിപ്പോൾ മൊഴി രേഖപ്പെടുത്തി. അതിൽ പോലും അവർക്ക് പ്രതിഷേധമുണ്ട്. കാരണം പരാതി നൽകിയ 1 മാസത്തിന് ശേഷമാണ് തന്റെ മൊഴി രേഖപ്പെടുത്താനായി പാലക്കാട് നിന്നുള്ള പോലീസ് തയ്യാറായിട്ടുള്ളത് എന്നുള്ള പ്രതിഷേധം അവർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല വരും ദിവസങ്ങളിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അത് തന്റെ പാർട്ടിയുമായി UDF-ഉമായി ചേർന്ന് കോൺഗ്രസുമായി ചേർന്നുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമായിരിക്കും മറ്റ് നിയമ നടപടികളിലേക്കുള്ള അടുത്ത സ്റ്റെപ്പ് എന്ത് എന്നുള്ളതിനകത്തൊരു തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നിയമ നടപടികളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകും എന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതേ സമയം തന്നെയാണ് പറയുന്നത് ഇടതുപക്ഷത്തു നിന്നടക്കം മന്ത്രിമാരടക്കമുള്ള ആളുകളുണ്ട്. ഒപ്പം ഒരുപാട് വനിതകൾ ഇടതുപക്ഷത്തു നിന്നും ഈ രാഷ്ട്രീയ രംഗത്തുണ്ട്. പക്ഷെ അവരാരും തന്നെ ഇങ്ങനെ ഒരു സംഭവത്തിനകത്ത് ഒരു സാധാരണ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ എല്ലാവരും പ്രതികരിക്കാറുണ്ട്. പക്ഷെ ഈ വിഷയത്തിനകത്ത് ഇത്രയും അപലപനീയമായ ഒരു സംഭവത്തിനകത്ത് ഇവരുടെ ആരുടെയും പ്രതികരണമില്ലായ്മയും അതും ഞെട്ടിപ്പിക്കുന്നതാണ് എന്നുള്ള രീതിയിലാണ് ഷാനിമോൾ ഉസ്മാൻ പ്രതികരിച്ചത്. നിലവിൽ ഇപ്പോൾ മൊഴി മാത്രമാണ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പാലക്കാട് നിന്നുള്ള അന്വേഷണ സംഘമാണ് ജീപ്പിലെത്തി ഇവിടെ കളക്ടറേറ്റിനടുത്തുള്ള ഷാനിമോൾ ഉസ്മാന്റെ വീട്ടിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തി. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. 2004 ഒരു കൊലപാതകമുണ്ടായി. അത് മാന്നാർ സ്റ്റോർ ജംഗ്ഷനിലാണ്. അവിടെ മാന്നാർ സ്റ്റോർ ജംഗ്ഷനിൽ ജയന്തി വധക്കേസ്. കേരളത്തിൽ ഞെട്ടിച്ച കൊലപാതകത്തിലെ പ്രതിക്ക് ഇപ്പോൾ വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 20 വർഷം പിന്നിടുകയാണ് ആ കൊലപാതകം കഴിഞ്ഞിട്ട്. ഇതിനുശേഷം ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ജയന്തിയുടെ ഭർത്താവായ 62-കാരൻ കുട്ടിക്കൃഷ്ണന് ജാമ്യത്തിൽ ഇറങ്ങി ഒളിവിൽ പോവുകയായിരുന്നു. പിന്നീടാണ് 20 വർഷത്തിന് ശേഷമാണ് കുട്ടിക്കൃഷ്ണനെ അറസ്റ്റ് ചെയ്യുന്നത്. മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. സംഭവം നടന്ന് 2 പതിറ്റാണ്ട് കഴിഞ്ഞു. 2004 ഏപ്രിൽ 2-നായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഭവ്യ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഭവ്യ, കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് ഈ കൊലപാതകം നടന്നത്. അത്രത്തോളം പൈശാചികമായി തലയ്ക്കൊക്കെ അടിച്ച് കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് അന്ന് നമുക്കറിയാം ഇതുപോലെയുള്ളൊരു സാഹചര്യമൊന്നും ആയിരുന്നില്ല. 20 വർഷം മുൻപ് നാട് മൊത്തം ഞെട്ടിത്തെറിച്ച ഒരു കൊലപാതകമായ ഒരു സംഭവമാണ്. എന്താണെന്ന് കോടതി ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെച്ചിരിക്കുന്നത്? ഈ ശിക്ഷാവിധിയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കേരളത്തെ ഞെട്ടിച്ച 2004 മാന്നാർ ജയന്തി വധക്കേസിലെ പ്രതിക്കാണ് ഇപ്പോൾ വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. പ്രതിയും ജയന്തിയുടെ ഭർത്താവുമായ 62-കാരനായ കുട്ടിക്കൃഷ്ണനാണ് മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത്. സംഭവം നടന്ന് 2 പതിറ്റാണ്ടിന് ശേഷമാണ് ഈ കേസിലെ വിധി എന്നതാണ് ഏറെ പ്രധാനം. 2004 ഏപ്രിൽ 2-നായിരുന്നു ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. ഭാര്യ ജയന്തി സംശയത്തിന്റെ പേരിലാണ് കുട്ടിക്കൃഷ്ണൻ 1.5 വയസ്സുകാരിയായ മകളുടെ മുന്നിൽ വെച്ച് കറിക്കത്തിയും ചുറ്റികയും ഉളിയും ഒക്കെ ഉപയോഗിച്ച് കഴുത്തറത്ത് കൊല്ലുകയായിരുന്നു. ഈ കേസിന്റെ ഏറെ കോടതി വീക്ഷിച്ചത് തന്നെയാണ്. കാരണം 1.5 വയസ്സുകാരിയെ പിഞ്ചു കുഞ്ഞിന്റെ മുന്നിൽ വെച്ചാണ് അച്ഛൻ അമ്മയെ കൊലപ്പെടുത്തുന്നതും അതിക്രൂരമായി കൊലപ്പെടുത്തുന്നത്. അതുമാത്രമല്ല ഈ ഒരു ദിവസം ആ കൊലപാതകം കഴിഞ്ഞ ഒരു ദിവസം പൂർണ്ണമായി കുഞ്ഞിനൊപ്പം പ്രതി മൃതദേഹത്തിന് കാവലിരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് പിറ്റേ ദിവസം രാവിലെ മകളുമായി പോലീസ് സ്റ്റേഷനിലെത്തി ഈ പ്രതി സ്വയം കീഴടങ്ങുകയായിരുന്നു. എന്നാൽ കീഴടങ്ങിയ ശേഷം പ്രതി ജാമ്യത്തിലിറങ്ങിയ ശേഷം നാട് വിടുകയുമായിരുന്നു. ജാമ്യത്തിലിറങ്ങിയ പ്രതി ഈ കൊലപാതകം നടന്ന വീടും സ്ഥലവും വിറ്റ് നാട് വിടുകയായിരുന്നു പ്രധാനമായും. ഇതിനുശേഷമാണ് ഈ വിചാരണ നീണ്ടുപോയത്. ഈ സംസ്ഥാനത്തിന് പുറത്താണ് പ്രതി ഒളിവിൽ കഴിഞ്ഞത്. അങ്ങനെ 2 വർഷത്തിന് ശേഷം, അതായത് പ്രതി ഒളിവിൽ പോയി 2 വർഷത്തിന് ശേഷമാണ് പോലീസ് വീണ്ടും പ്രതിയെ പിടികൂടുന്നത്. എന്തായാലും 1.25 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് അമ്മയെ അതിക്രൂരമായി കൊലയ്ക്ക് ഇരയാക്കിയ പ്രതിക്ക് ഇളവ് അർഹിക്കുന്നില്ല എന്നാണ് പ്രധാനമായും കോടതി നിരീക്ഷിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പരമാവധി ശിക്ഷയായ വധശിക്ഷ പ്രതിക്ക് കോടതി നൽകിയതെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രോസിക്യൂഷന്റെ വാദവും അത് തന്നെയായിരുന്നു. ഈ കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് ഈ ക്രൂര കൊലപാതകം നടത്തിയ പ്രതി ഒരു തരത്തിൽ പോലും മാപ്പ് അല്ലെങ്കിൽ ഇളവ് അർഹിക്കുന്നില്ലെന്ന് തന്നെയായിരുന്നു കോടതി നിരീക്ഷിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രോസിക്യൂഷന്റെ വാദം ശരിവെച്ചുകൊണ്ട് കോടതി പ്രതിക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ വിധിച്ചത്. പ്രതിയിൽ നിന്ന് 1 ലക്ഷം രൂപ പിഴയും കോടതി ഈടാക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഉപയോഗിച്ച് തല അറുത്ത് കൊലപ്പെടുത്തിയെന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായ PV സന്തോഷ് കുമാറാണ് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായി വാദഗതികൾ കോടതിയിൽ സമർപ്പിച്ചത്. ഭവ്യയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.
വിവാദ പ്രസംഗവുമായി വീണ്ടും എം മണി. അടിച്ചാൽ തിരിച്ചടിക്കണം, എങ്കിലേ പ്രസ്ഥാനം നിലനിൽക്കൂ എന്നാണ് മണിയുടെ വാക്കുകൾ. പ്രതിഷേധിക്കുമ്പോൾ ജനങ്ങളെ കൂടെ നിർത്തണം, അടിച്ചാൽ ആളുകൾ നന്നായി എന്ന് പറയണമെന്നും മണി പറഞ്ഞു. ശാന്തൻപാറ ഏരിയ സമ്മേളനത്തിലാണ് എം മണിയുടെ വിവാദ പ്രസംഗം. അടിച്ചാൽ തിരിച്ചടിച്ചില്ല, പ്രസ്ഥാനം നിൽക്കത്തില്ല. നമ്മളെ അടിച്ചാൽ തിരിച്ചടിക്കുക, പ്രതിഷേധിക്കുക, പ്രതിഷേധിക്കുന്നതിൽ തിരിച്ചടിക്കുക. പ്രതിഷേധിക്കുന്ന എന്തിനാണ്? ആളുകളെ നമ്മുടെ കൂടെ നിർത്താനാണ്. തിരിച്ചടിക്കുക, ആ ചെയ്തത് നന്നായി എന്ന ആളുകളെ കൊണ്ട് പറയിപ്പിക്കണം. അടിച്ചാൽ തിരിച്ചടിച്ചില്ലേ ഉണ്ടല്ലോ, കല്ലുകൊള്ളാൻ തന്നെ ആരെങ്കിലും അടിച്ചാൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യണം. തമാശല്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ നായകന്മാരെല്ലാം നേരിട്ടടിച്ചിട്ടുണ്ട്. ഞാനൊക്കെ അടിച്ചിട്ടുണ്ട്. മരിച്ചുപോയ നമ്മുടെ സഹാക്കൾ വലിയുണ്ട്. നേരിട്ടടിച്ചിട്ടുണ്ട്, നേരിട്ട്. അല്ലാതെ ചുമ്മാ സൂത്രപ്പടി കൊണ്ട് പ്രസംഗിക്കാൻ നടന്ന എം മണി ഇത്തരം വിവാദ പ്രസംഗങ്ങൾക്ക് വിദഗ്ധനാണ്. നമുക്കറിയാം, ഇതിനു മുൻപും പ്രസംഗവും കേസുമൊക്കെ ആയ ഒരു നേതാവ് കൂടിയാണ്. പക്ഷേ മണിയുടെ ഈ ശൈലി പലപ്പോഴും നേതാക്കൾക്ക് കൂടിയിരിക്കുന്ന അണികളൊക്കെ ആവേശത്തോടെ കൈയടിക്കുന്നതും മറ്റും കാണാം. ഇതിപ്പോൾ ഉടുമ്പൻചോല ഏരിയ കമ്മിറ്റി യോഗത്തിലാണ്, ശരിക്കും ശാന്തൻപാറ ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് ഈ പ്രസംഗം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രിൻസ് ശരിയാണ്. പ്രിൻസ് വീണ്ടും നമുക്കറിയാം, പ്രിൻസിനൊക്കെ അറിയാവുന്ന കാര്യമാണ്, എം മണി ഇത്തരത്തിൽ പറയുന്ന ആദ്യമായല്ല. ഇതിപ്പോൾ അടിച്ചാൽ തിരിച്ചടിക്കണം, ഞാനും ഇതുപോലെ അടിയൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അല്പം കയറിയെന്ന് പറയുകയാണ്. എന്തായിരുന്നു സാഹചര്യം? രഞ്ജിത്ത്, തീർച്ചയായും എം മണിയുടെ പുതിയൊരു വിവാദ പ്രസ്താവന എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. ഇത്തരത്തിലുള്ള നിരവധി പ്രസ്താവനകൾ, വിവാദ പ്രശ്നങ്ങളൊക്കെ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് എം മണി MLA. നിലവിൽ ശാന്തൻപാറ ഏരിയ കമ്മിറ്റി സമ്മേളനം നടന്നു വരികയാണ്. അതിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയാണ് എം മണി ഇത്തരത്തിലുള്ള ഒരു വിവാദ പ്രസ്താവന നടത്തിയത്. പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിനായി ആക്രമണവും തല്ലുമൊക്കെ വേണമെന്ന് തന്നെയാണ് എം മണി സ്വീകരിക്കുന്നത്. അത് അങ്ങനെയെങ്കിൽ മാത്രമേ പ്രസ്ഥാനം നിലനിൽക്കുകയുള്ളൂ, വളർച്ച ഉണ്ടാകൂ എന്നൊക്കെയുള്ള സൂചനയാണ് ഈ പ്രസംഗത്തിലൂടെ എം മണി മുൻപോട്ട് വയ്ക്കുന്നത്. താനടക്കമുള്ള നേതാക്കന്മാർ നിരവധി തല്ലും വഴക്കുമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നും അടി കൊടുത്തിട്ടുണ്ടെന്നും ഒക്കെ എം മണി പ്രസംഗത്തിലൂടെ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും മുൻപ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിച്ച് മരണപ്പെട്ട നേതാക്കന്മാരടക്കം ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്നും വീണ്ടും ആ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് പറയുന്നത്. പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളിൽ ജനങ്ങൾ ഒപ്പം നിർത്തണം, അതിനുവേണ്ടിയൊക്കെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നാട്ടുകാർ നല്ലതായിരുന്നു എന്ന് പറയുന്ന തരത്തിലായിരിക്കണം ഇടപെടൽ. ഒരു അടി കൊടുത്തതൊക്കെ നല്ലതാണ് എന്ന് പറയുന്ന രീതിയിൽ അങ്ങനെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ആളുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നും എം മണി സൂചിപ്പിക്കുന്നു. എന്തായാലും വിവാദപരമായ ഒരു പ്രസ്താവനയാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നിലനിൽപ്പിന് ഇത്തരത്തിലുള്ള ആക്രമണ സ്വഭാവവും ഒക്കെ വേണം, രീതികളും ഒക്കെ വേണം എന്ന് എം മണി പോലുള്ള സംസ്ഥാനത്തെ മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവ് വീണ്ടും പറയുന്നത് വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. എന്തായാലും വലിയ വിവാദപരമായ പ്രസ്താവനയാണ് എം മണി ശാന്തൻപാറയിൽ നടത്തിയിരിക്കുന്നത്. രഞ്ജിത്ത്, പ്രിൻസാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മൂന്നാറിലെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്താൻ പ്രത്യേക ദൗത്യവുമായി വനംവകുപ്പ്. മൂന്നാർ മേഖലയിൽ സ്ഥിരമായി എത്തുന്ന കാട്ടാനകളെ കൂടാതെ കൂടുതൽ കാട്ടാനകൾ കൂട്ടത്തോടെ ജനവാസ മേഖലയിലേക്ക് എത്തിയ സാഹചര്യത്തിലാണ് വനംവകുപ്പിന്റെ നടപടി. പ്രിൻസ് ചേരുകയാണ്. പ്രിൻസ്, കഴിഞ്ഞ പടയപ്പയൊക്കെ ഇപ്പോൾ സ്ഥിരമായി എത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് നാട്ടിലേക്ക്. കുങ്കിയാനകളെ അടക്കം ഉപദ്രവിക്കുന്ന പശ്ചാത്തലമൊക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട്. എന്തൊക്കെയാണ് പുതിയ നടപടികൾ? ഇത് പടയപ്പ മൂന്നാർ മേഖലയിലെ സ്ഥിരം സാന്നിധ്യമാണ്. മൂന്നാറിൽ അല്ലെങ്കിൽ മറയൂർ, ദേവികുളം ഭാഗത്തെ ജനവാസ മേഖലയിൽ എല്ലാ ദിവസവും തന്നെ പടയപ്പ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതോടൊപ്പം തന്നെ 1-2 ആനകളൊക്കെ മൂന്നാറിനോടും ചിന്നക്കനാലിലും സമീപ മേഖലകളിലൊക്കെ എത്തുന്ന അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ കഴിഞ്ഞ ഏതാനും നാളുകളായി കൂടുതൽ ആനകൾ കൂട്ടത്തോടെ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും ടൗണിനോട് ചേർന്നുള്ള തോട്ടം മേഖലയിലൊക്കെ ആനകൾ എത്തുന്നു. കഴിഞ്ഞ ദിവസം പഴയ മൂന്നാറിന് സമീപം വലിയ ഒരു 6 ആനകൾ അടങ്ങുന്ന ഒരു കൂട്ടം എത്തിയിരുന്നു. ഇവ തോട്ടം മേഖലയിലേക്ക് ഇറങ്ങി. തുടർന്നാണ് ഇത്തരത്തിൽ RRT സംഘം, പെട്ടിമുടി RRT സംഘം 20 പേരടങ്ങുന്ന RRT സംഘം കൂടുതൽ നിരീക്ഷണം ശക്തമാക്കിയത്. ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നിരീക്ഷണമാണ് നടത്തുന്നത്. ജനവാസ മേഖലയിലേക്ക് ഇവ ഇറങ്ങാതെ ഇവയെ പടക്കം പൊട്ടിച്ചൊക്കെ തുരത്താനാണ് ശ്രമിക്കുന്നത്. പ്രധാനമായും ഈ കാട്ടാനകളെ ആനമടിച്ചോല ദേശീയ ഉദ്യാനത്തിലേക്ക് കടത്താനാണ് ശ്രമിക്കുന്നത്. ഇവ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തുടർന്ന് ഇവയെ കാട്ടിലേക്ക് കയറ്റി വിടുന്നുള്ള ശ്രമമാണ് നടക്കുന്നത്. പ്രത്യേകിച്ചും ഈ പഴയ മൂന്നാറിലൊക്കെ എത്തിയതിനോടൊപ്പം തന്നെ പെട്ടിപ്പടി ഭാഗത്തും കല്ലാറിലെ മാലിന്യ പ്ലാന്റിന് സമീപത്ത് 2 ആനകളും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പതിവായി എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ്
ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ ഒരു പ്രതിഷേധമൊക്കെ ഉയർന്നിരുന്നു. കൂടുതൽ ആനകൾ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിൽ വലിയ പ്രതിഷേധമാണ് ജനങ്ങളിലേക്ക് ഭാഗത്ത് ഉണ്ടായി തുടങ്ങിയത്. അതുകൊണ്ടാണ് വനം വകുപ്പ് കൃത്യമായ ഒരു ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. നിലവിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ നിരീക്ഷണം തുടരുകയും ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാവുന്നത് തടയുന്നതിനായി ശ്രമങ്ങൾ തുടരുകയും ചെയ്യും. പ്രത്യേകിച്ചും ആനമുടിച്ചോല ദേശീയ ഉദ്യാനത്തിലേക്ക് ഇവയെ കടത്തിവിടാൻ ശ്രമിക്കും. പ്രധാനമായും പെട്ടിമുടി മേഖലകളിൽ നിലയുറപ്പിച്ചിരിക്കുന്ന 6 കാട്ടാനകൾ അടങ്ങുന്ന കൂട്ടത്തെ വനമേഖലയിലേക്ക് കടത്തിവിടാനാണ് ശ്രമിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് മറ്റു മേഖലകളിലും കാട്ടാനകൾ പതിവായി എത്തുന്നത്. ഇതോടൊപ്പം ചിന്നക്കനാൽ മേഖലയിലും ജനവാസ മേഖലയിലേക്ക് ഒറ്റയാന്മാരല്ലാത്ത കൂടുതൽ കാട്ടാനകൾ എത്തുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ഈ മേഖലയിലൊക്കെ കാട്ടാനകളുടെ വലിയ ശല്യം ഉണ്ടാകാറുണ്ട്. ഇവിടെ തുരത്താൻ പ്രത്യേക ദൗത്യമാണ് ഇപ്പോൾ വനം വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പടയപ്പയൊക്കെ സ്ഥിരം കാഴ്ചകളാണ് ഈ മേഖലയിൽ. കൂടുതൽ കാട്ടാനകൾ കൂട്ടത്തോടെ ജനവാസ മേഖലകളിലേക്ക് എത്തുന്ന സാഹചര്യത്തിലാണ് പുതിയ ദൗത്യങ്ങളുമായി വനം വകുപ്പ് മുന്നോട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇതോടെ സ്പോട്ട് ലൈവ് പൂർണ്ണമാവുകയാണ്. സ്പോട്ട് ലൈവിൽ ഒരുപാട് വാർത്തകളുണ്ടായിരുന്നു. ഇന്ന് ഒരുപാട് സംഭവങ്ങളുണ്ടായ ദിവസമായിരുന്നു, കോടതി വാർത്തകളടക്കം. നമുക്കിനിയും വാർത്താ ബുള്ളറ്റിനുമായി ഭവ്യ ചേരും. ഭാരതസഭയ്ക്ക് അഭിമാന നിമിഷം. മാർ ജോർജ് കൂവക്കാട്ട് ഇനി കർദിനാൾ. കർദിനാൾ പദവിയിലെ സ്ഥാനാരോഹണം വത്തിക്കാനിൽ. നമ്മുടെ അഭിമാനമാകുന്ന ചരിത്ര നിമിഷങ്ങൾ ന്യൂസ് 18-ൽ തത്സമയം. ഇന്ന് രാത്രി 8:30.